السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളുടെ തഫ്സീറിൽ അടുത്ത ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 70-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട്, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ് തഖ്വല്ലാഹ്. ഒന്നാമത്തെ കാര്യം തഖ്വ. നമ്മൾ പലപ്പോഴും ഏകദേശം 66-ാമത്തെ ആയത്താണ് നമ്മൾ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ഇതിൽ ധാരാളം ആയത്തുകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളൊരു കാര്യമാണ് തഖ്വയെ കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന, വസിയത്ത് എന്നത്. എന്നിട്ട് പറഞ്ഞു വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ നേരായ വാക്ക് പറയുക, നിങ്ങൾ ശരി പറയുക എന്ന് അല്ലാഹു തആല പറയാം. ഇവിടെ ഖൗലൻ സദീദ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു സ്വവാബായിട്ടുള്ള ഏതൊരു കാര്യം സംസാരിക്കുമ്പോഴും അതിൽ ശരിയായത് പറയുക. ഇനി ഏറ്റവും ശരി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വല്ല സന്ദർഭവുമാണ് എങ്കിൽ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഇപ്പോൾ ചില മസ്അലകളിലോ ദീനിന്റെ പഠിക്കുന്ന വിഷയത്തിലാവട്ടെ ഏത് കാര്യത്തിലാവട്ടെ, അതുകൊണ്ട് ശരിയോട് ഏറ്റവും അടുത്തിട്ടുള്ള കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് പറയുകയും ചെയ്യുക. ഏത് മേഖലയിലും അങ്ങനെ ചെയ്യണം എന്ന് അല്ലാഹു തആല പറയാണ്. അല്ലാതെ ശരിയായത് ഏതാണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ കളവായിട്ടുള്ള ആ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കരുത്, ശരിയായത് പറയുക എന്ന് പറഞ്ഞു. ഈ ആയത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അതിന് തൊട്ടടുത്തുള്ള ആയത്തുകളും. കാരണം ഈ ഒരു സംസാരം കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ, ഇതോടൊപ്പം ശരിയായത് പറയുക എന്നുള്ളതിനോടൊപ്പം തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമാണ് മിനൽ ഖൗലിസ് സദീദ് ഉൾക്കൊണ്ടിട്ടുണ്ട് ലീനുൽ കലാം വലുത്ഫിഹി, സംസാരം സൗമ്യമായ നിലയ്ക്ക് സംസാരിക്കുക എന്നുള്ളതും അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. അഥവാ മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ശരിയായത് പറയുക എന്നതിനോടൊപ്പം തന്നെ ആ സംസാരം സൗമ്യമായ നിലയിൽ നസീഹത്തോടു കൂടി ശരി മനസ്സിലാക്കി കൊടുക്കാനുള്ള രീതിയിലുള്ള സംസാരമായിരിക്കണം എന്നുകൂടിയും അതിന്റെ ആശയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി അങ്ങനെ സംസാരിക്കുമ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ അതുകൊണ്ടുള്ള നേട്ടമായിട്ട് അല്ലാഹു തആല പറയാണ് യുസ്ലിഹ് ലക്കും അഅ്മാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരും. അഥവാ ആ ശരി സംസാരിക്കുന്നതിന്റെ റിസൾട്ടായിക്കൊണ്ട്, ഫലമായിക്കൊണ്ട്, അതുകൊണ്ടുള്ള നേട്ടമായിക്കൊണ്ട് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അല്ലാഹു തആല സ്വീകരിക്കുന്ന കർമ്മങ്ങളാകുന്ന, പ്രതിഫലം നൽകപ്പെടുന്ന കർമ്മങ്ങളാക്കി അതിനെ നന്നാക്കി തരും അല്ലാഹു സുബ്ഹാനഹു വ തആല. മറ്റൊന്ന് പറഞ്ഞു വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകും. ഇങ്ങനെ നേരെ ശരി സംസാരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ആ ഗുണമായിട്ട് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, തൊട്ടടുത്ത ആയത്തിൽ പറയാണ് ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത് ഫഖദ് ഫാസ ഫൗസൻ അദീമാ, അവനാണ് ഏറ്റവും വിജയത്തോടു കൂടിയിട്ടുള്ള ആ വിജയം നേടുന്നത് എന്ന് പറയുന്നത്. അഥവാ ദുനിയാവിൽ ഏറ്റവും നല്ല ജീവിതവും പരലോകത്തും ഏറ്റവും നല്ല ജീവിതവും ലഭിക്കുന്നത് അല്ലാഹുവിനും റസൂലിനെയും അനുസരിക്കുന്നവർക്കാണ്. അല്ലാഹു തആല ഈ ആയത്തിൽ പറഞ്ഞത് ശരിയായത് പറയുക, ശരി സംസാരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ശരി കണ്ടുപിടിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളാണെങ്കിൽ ആ ശരിയോട് അടുത്തിട്ടുള്ള, ഇപ്പൊ ദീനിയായിട്ടുള്ള മസ്അലകളിലാവട്ടെ, നന്മ കൽപ്പിക്കുന്നതിലോ തിന്മ വിരോധിക്കുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലുള്ള മേഖലകളിൽ ശരിയിനോട് ഏറ്റവും അടുത്തിട്ടുള്ള നിൽക്കുക. അതുപോലെ സൗമ്യമായ രീതിയിൽ ആളുകളോട് സംസാരിക്കുക, നസീഹത്തോടു കൂടി സംസാരിക്കുക എന്നെല്ലാം ഖൗലൻ സദീദ എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിൽ പെട്ടതാണ്. അടുത്ത ആയത്ത് സൂറത്തു മുഹമ്മദിലെ 7-ാമത്തെ ആയത്താണ്. സൂറത്തു മുഹമ്മദിലെ 7-ാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ് ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്ന പക്ഷം
യൻസുറുക്കും, അള്ളാഹു നിങ്ങളെയും സഹായിക്കും, വയുഥബ്ബിത് അഖ്ദാമക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? അള്ളാഹുവിന് അടിമകളുടെ വലിയ സഹായം ആവശ്യമുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ സഹായം ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ ഉദ്ദേശം അള്ളാഹുവിന്റെ ദീനിനെ നേരെ ചൊവ്വെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അഥവാ യഥാർത്ഥ ഈമാൻ ഉണ്ടാവുക, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഖുറാനിൽ തന്നെ ആരാണ് അള്ളാഹുവിനെ സഹായിക്കാനുകളായി അൻസാരികളായിട്ടുണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന തൊട്ടടുത്ത കാര്യം എന്താ? ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവരാണ്. അപ്പൊ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള ഈമാൻ ശരിയാക്കുകയും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിക്കുകയും വിരോധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക, അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുക. ഇപ്പൊ സൂറത്തുൽ ഹജ്ജിലെ 40-ാമത്തെ ആയത്തിൽ ഇതേ ഒരു ആശയം അള്ളാഹു പറയുന്നുണ്ട്. അവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? വലയൻസുറന്നല്ലാഹ് മയ്യൻസുറുഹു ഇന്നല്ലാഹു ലഖവിയ്യുൻ അസീസ്. അള്ളാഹുവിനെ സഹായിക്കുന്നവരെ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇനി ആരാണ് അള്ളാഹുവിനെ സഹായിക്കുന്ന ആളുകൾ? തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ് അഖാമുസ് സ്വലാ വആതൗസ് സകാ വഅമറൂ ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ. ആരാണ് അള്ളാഹുവിനെ സഹായിക്കുന്നവർ? നിസ്കാരം നിലനിർത്തുന്നവർ, സകാത്ത് നൽകുന്നവർ, നന്മ കൽപ്പിക്കുന്നവർ, തിന്മ വിരോധിക്കുന്നവർ, ഇവരാണ് അള്ളാഹുവിനെ സഹായിക്കുന്നവർ എന്ന് അള്ളാഹു തആല പറയാണ്. അപ്പൊ ഇതൊന്നുമില്ലാതെ ഒരിക്കലും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പന കൊണ്ടു നടക്കാതെ, അള്ളാഹുവിന്റെ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാതെ, നന്മ കൽപ്പിക്കാതെ, തിന്മ വിരോധിക്കാതെ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ അള്ളാഹുവിന് സഹായം ലഭിക്കില്ല. ചില ആളുകൾ ധാരണ കുറെ സംഘബലം, കുറെ ആയുധങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് ഇസ്ലാമിന് വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന രീതിയിലേക്ക് അള്ളാഹുവിന്റെ സഹായം അങ്ങനെ ഉണ്ടാവും വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അള്ളാഹു തആല പറഞ്ഞ എന്താണ്? അള്ളാഹുവിനെ സഹായിക്കാൻ അഥവാ ഈ ദീന് നേരാവണ്ണം കൊണ്ടു നടക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. എൻസുറുക്കും വയുഥബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന അഥവാ കൽബിൽ ക്ഷമയോടുകൂടി സമാധാനത്തോട് തുമഅ്നീനത്തോടുകൂടി സബാത്ത് നൽകുന്ന അവസ്ഥ, നിങ്ങളുടെ ശരീരത്തെയും കൽബിനെയും ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ഉറപ്പിച്ചു നിർത്തും. നിങ്ങളെ സഹായിക്കും. എന്ത് വേണം? അള്ളാഹുവിന്റെ ദീനിനെ കൊണ്ടു നടക്കണം, അള്ളാഹുവിന്റെ ദീനിനെ നേരാവണ്ണം നിലനിർത്തണം. അതില്ലാതെ ഇപ്പൊ പല ആളുകളും ഇപ്പൊ ഇസ്ലാമിനെ സംരക്ഷിക്കാം എന്നുള്ള പേരിൽ ഇറങ്ങിത്തിരിക്കുന്ന പല ആളുകളും അവർ ചിലപ്പോൾ നിസ്കാരത്തിന്റെ സമയത്തും ഇസ്ലാമിനെ സംരക്ഷിക്കാം എന്ന പേരിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകും. അവർ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുകയോ പ്രാവർത്തികമാക്കുകയോ ഒന്നും ചെയ്യൂല. അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുന്നിടത്ത്, തിന്മ വിരോധിക്കുന്നിടത്ത്, ഏറ്റവും വലിയ നന്മയായിട്ടുള്ള തൗഹീദ് പറയുന്നിടത്ത്, ശിർക്ക് വിരോധിക്കുന്നിടത്ത്, അതൊക്കെ പിന്നെ ആവാം, അതൊക്കെ പിന്നെയല്ലേ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ അവിടെ നിൽക്കണ്ടേ എന്ന നിലക്ക് പറയും. എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം കിട്ടുക? ഒരിക്കലും അള്ളാഹുവിന്റെ സഹായം കിട്ടില്ല. അള്ളാഹു തആല സഹായം വേണോ? അള്ളാഹുവിനെ സഹായിക്കുന്നവരാവണം. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ പറഞ്ഞു, നിസ്കരിക്കുന്ന, സകാത്ത് നൽകുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഈമാനും അമലു സാലിഹാത്തുമാണ് അള്ളാഹുവിനോടുള്ള സഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ആയത്ത് സൂറത്ത് മുഹമ്മദിലെ 33-ാമത്തെ ആയത്താണ്. ഇതിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ വലാ തുബ്തിലൂ അഅമാലക്കും. അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, ഇതും നേരത്തെ പറഞ്ഞതുപോലെ തഖ്വയെ പോലെ തന്നെ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തണം, വിരോധനങ്ങൾ ഒഴിവാക്കണം. അത് നമ്മുടെ മേലെയുള്ള നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. അതില്ലാതെ ഒരിക്കലും നമുക്ക് ഇരുലോകത്തും വിജയം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. അതായത് ഒരു ഇബാദത്ത് നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക, നിസ്കാരോ നോമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാവട്ടെ, അത് പിന്നീട് ബാത്തിലാക്കി കളയുന്ന അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകരുത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? ചെയ്ത അമലുകൾ ബാത്തിലായി പോകുന്ന ചില കാര്യങ്ങളാണ് കുഫ്ർ സംഭവിക്കുക, നിഫാഖ് ഉണ്ടാവുക, ഉജ്ബ് ഉണ്ടാവുക, ആ കർമ്മം ചെയ്ത് അത്ഭുതം കോരുക, റിയാ ഉണ്ടാവുക, ആളുകൾ അത് കാണണം, ആളുകൾ അത് അറിയണം, സുംഅത്ത്, ആളുകൾ അതിനെപ്പറ്റി പറയണം എന്ന് വിചാരിക്കുക.
അല്ലെങ്കിൽ മന്ന് അതെടുത്തു പറയുക, അല്ലെങ്കിൽ നമ്മൾ വല്ല സ്വതക്ക കൊടുത്ത ആളാണെങ്കിൽ അവരെ ആ പേരിൽ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി അമൽ എന്താകും? നമ്മൾ ചെയ്തൊരു നല്ലൊരു കർമ്മമായിരിക്കും. പക്ഷെ പിന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് മുഖേന ആ കർമ്മം അവിടെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നിങ്ങളുടെ കർമ്മങ്ങളെ ബാത്തിലാക്കി കളയരുത് എന്ന് അല്ലാഹു തആല പറയാൻ. കർമ്മങ്ങൾ ചെയ്താൽ മാത്രം പോരാ. ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ആ കർമ്മം അള്ളാഹു സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അത് കൊണ്ടുവരികയും വേണം. ആ കർമ്മം ചെയ്തതിന് ശേഷം അതിനെ തകർത്ത് കളയുന്ന ഈ പറഞ്ഞ പോലെ ഉജുബോ റിയാഓ സുമഅത്തോ അതെടുത്ത് പറയുന്നതോ ആ തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതെ അതിനെ കാത്തു സംരക്ഷിക്കുകയും വേണം. സലഫുകളെ പറ്റി പറയുന്നിടത്ത് നമുക്ക് പറയുന്നത് കാണാം, അവർ കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ആ കർമ്മങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുമായിരുന്നു എന്ന്. അഥവാ കർമ്മങ്ങൾ ചെയ്യില്ല എന്നല്ല, കർമ്മങ്ങൾ ചെയ്യാൻ അവർ കാണിക്കുന്ന ആ താല്പര്യത്തിനേക്കാൾ ആ ചെയ്ത കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുമായിരുന്നു എന്ന് കാണാം. ഇതേപോലെ തന്നെ ഈ വലാ തുബ്തിലു അഅമാലക്കും എന്നതിൽ ഉൾക്കൊള്ളുന്നതായി പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു ഇബാദത്ത് ഫസാദായി പോകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും അതിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഫുഖഹാക്കൾ ഈ ആയത്തിനെ കൊണ്ട് തെളിവ് പിടിക്കാറുണ്ട്. ഇപ്പോ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളുണ്ട്, അതാ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാത്തിലാകുന്ന മുബ്തിലാത്തുസ്സല, അതുപോലെ മുബ്തിലാത്തുസ്സിയാം, നോമ്പിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം ഒഴിവാക്കണമെന്നും ഇതിന്റെ ഉദ്ദേശമുണ്ട് എന്ന് തഫ്സീറുകളിൽ കാണാം. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുക എന്നുള്ള പൊതുവായ കൽപ്പനയും ചെയ്ത അമലുകൾ പിന്നീട് തകർന്നു പോകുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ ഉണ്ടാകരുത് എന്നും അള്ളാഹു തആല ഈ ആയത്തിലൂടെ അറിയിക്കുന്നു. അടുത്ത ആയത്ത് സൂറത്തുൽ ഹുജറാത്തിലെ 1-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തുകളുടെയൊക്കെ പൊതുവേയുള്ള ആശയം മുഅ്മിനീങ്ങളോട് പ്രത്യേകിച്ച് ഖിതാബ് ചെയ്തുകൊണ്ടുള്ളതാണ്. ആവർത്തിച്ച് ഒരുപാട് ആയത്തുകൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വരുന്നുണ്ട്. അതല്ലാതെയുള്ള വചനങ്ങൾ പോലും അതിന്റെ അനന്തരമായിക്കൊണ്ട് മുഅ്മിനീങ്ങളെ ഉദ്ദേശിച്ച് പറയുന്ന ആയത്തുകളാണ് സൂറത്തുൽ ഹുജറാത്തിലുള്ളത്. അതിൽ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലാ തുഖദ്ദിമു, നിങ്ങൾ മുൻകടക്കരുത്, ബൈന യദയില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുൻപ് ഒരു കാര്യത്തിൽ മുൻകടക്കരുത്. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. എന്താ ഇതുകൊണ്ട് ഉദ്ദേശം? പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു മസ്അല വന്നു, എന്തെങ്കിലും ഒരു കാര്യം വന്നു, അപ്പൊ അള്ളാഹും റസൂലും ആ കാര്യത്തിൽ ഒരു തീരുമാനം പറയുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹും റസൂലും ഒരു വിഷയത്തിൽ കൽപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കൽപ്പന പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു റസൂലും ഒരു വിഷയത്തിൽ വിരോധിക്കുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യേണ്ട, അങ്ങനെ ഇതാക്കണ്ട എന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യത്തിലെ തീരുമാനം അത് പറയേണ്ടത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അള്ളാഹു എന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ. അതിന് മുൻപായിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു തആല പറയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇതിന്റെ പ്രായോഗികത എങ്കിൽ കൂടി ഇന്ന് കാലത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു മസ്അല വന്നു, ഏതെങ്കിലും ഒരു കാര്യം വന്നു, അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായമല്ല ഇത് പറയേണ്ടത്. അതിൽ ഖുർആനിലും ഹദീസിലും എന്താണ് വന്നിട്ടുള്ളത്, അള്ളാഹും റസൂലും എന്താണ് അതിനെ പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്, സ്വഹാബികൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത്, അത് അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും അത് പഠിക്കുകയും ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു കാര്യം പറയേണ്ടത്. ദീനിന്റെ വിഷയത്തിൽ നമ്മുടെ ബുദ്ധിക്ക് തോന്നുക, നമുക്കതാ നല്ലത് തോന്നുക, നമുക്കിത് ഇതാണ് നല്ലത് തോന്നുക, ആ രീതിയിൽ പറയാൻ പാടില്ല എന്നുള്ളത് ഇന്ന് കാലത്തും ഇതിന്റെ ആ പ്രായോഗികത ഉണ്ട് എന്ന് ഇത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹും റസൂലും ഒരു കാര്യം പറയുന്നതിന് മുമ്പ് എടുത്തു ചാടി നിങ്ങളുടെ അഭിപ്രായം പറയാൻ നിൽക്കരുത് എന്നുള്ളത്. പിന്നെ വത്തഖുല്ലാഹ്, തഖ്വ കൊണ്ടുള്ള ഉപദേശവും. ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു തആല എല്ലാ ശബ്ദങ്ങളും എല്ലാ സംസാരവും രഹസ്യവും പരസ്യവും എല്ലാം കേൾക്കുന്നവനാണ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്നുള്ള അള്ളാഹുവിന്റെ നാമങ്ങളെ കൊണ്ടാണ് ഈ ആയത്ത് അള്ളാഹു തആല അവസാനിപ്പിക്കുന്നത്. അടുത്ത ആയത്ത് സൂറത്തുൽ ഹുജറാത്തിലെ തന്നെ 2-ാമത്തെ ആയത്താണ്. ഇതിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ സ്വഹാബികളുണ്ട്, അവിടെ ആ സ്വഹാബികളെ ഉദ്ദേശിച്ചുകൊണ്ട് ഖിതാബ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്.
യാ അയ്യുഹല്ലദീന ആമനു മുഅ്മിനീങ്ങളെ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനേക്കാൾ ഉയർത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾ അങ്ങനെ ഉയർത്തി സംസാരിക്കരുത്. വലാ തജ്ഹറൂ ലഹു, അങ്ങനെ ഒച്ചയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കരുത്. ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ആ ശബ്ദം ഉയർത്തിക്കൊണ്ട് വിളിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാൻ കാരണമാകും. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ എന്ന് പറയാൻ. ഈ ആയത്തിൽ ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദത്തിനേക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യമായിട്ട് ചില തഫ്സീറിൽ കാണാം, ഹദീസുകൾ വന്നിട്ടുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു നിവേദക സംഘം, ഒരു വഫ്ദ്, മറ്റൊരു നാട്ടിൽ നിന്ന് സംഘം വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് ആരെ അമീറാക്കണമെന്നോ ഒരു കാര്യം ചർച്ച ചെയ്യുന്നിടത്ത് ഉമർ റളിയല്ലാഹുവിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും രണ്ട് അഭിപ്രായമായി. അവരാ വിഷയം സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്. ആ സംസാരിക്കുന്ന ഒരു ആവേശത്തിൽ അവരുടെ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഉയരുന്ന അവസ്ഥ അവിടെ ഉണ്ടായി. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായി കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ശബ്ദം കുറച്ചുകൊണ്ടാണ് സംസാരിച്ചിരുന്നത് എന്നും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രഹസ്യമായിട്ടൊരു കാര്യം പറയുന്ന രീതിയിലെ സംസാരിക്കാറുണ്ടായിരുന്നു എന്നും നമുക്ക് തഫ്സീറുകളിൽ കാണാം. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഈ ആയത്തുമായി ബന്ധപ്പെട്ടുണ്ടായത്, ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ സാബിത്ത് ഇബ്നു ഖൈസ് എന്നുള്ള സ്വഹാബി ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വരാതായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബിത്ത് ഇബ്നു ഖൈസ് എന്നുള്ളത് പൊതുവെ ശബ്ദം കൂടുതലുള്ള സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും, അവർക്ക് ശബ്ദം എത്ര അവർ കുറക്കാൻ നോക്കിയാലും ഒരു പരിധി വിട്ടിട്ടേ അവർ സംസാരിക്കുള്ളൂ. കാരണം അവരുടെ ശബ്ദം അങ്ങനെ ആയിരിക്കും. ചില ഹദീസുകളിൽ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന് ചെവി കേൾക്കുന്നതിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. ചെവി കേൾവി കുറവുള്ള ആളുകൾക്കും ശബ്ദം കൂടുതലുണ്ടാവും. അപ്പോൾ ഈ ശബ്ദം കൂടുതലാണ് എന്ന സ്വഹാബിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഈ സഹാബി പേടിച്ചു, ഞാനിനി റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി സംസാരിച്ച് എന്റെ പേരിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നുള്ള പേടി കൊണ്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ശ്രദ്ധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുകയും ചെയ്തു, എന്താണ് കാര്യം. അപ്പൊ ഇതാണ് കാര്യമെന്ന് അറിഞ്ഞപ്പോൾ ഈ സഹാബിയെ വിളിച്ച് റസൂലുള്ളാഹി വിളിച്ചു. എന്നിട്ട് അപ്പൊ എന്താ കാര്യം ചോദിച്ചപ്പോൾ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് ലഖദ് ഉൻസിലത് ഇലൈക ഹാദിഹിൽ ആയ വഇന്നി റജുലുൻ ജഹീറുസ് സൗത്ത് ഫഅഖാഫു അൻ യകൂന അമലി ഖദ് ഹബിത. റസൂലേ, ഈ ആയത്ത് ഇറങ്ങി, ഞാൻ ശബ്ദം കൂടുതലുള്ള ഒരാളാണ്, അപ്പൊ എന്റെ അമലുകൾ നശിച്ചു പോകും, കാരണം അവസാന അമല് പൊളിഞ്ഞു എന്ന് പറയണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാതാണ്, വരാതിരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലസ്ത ഹുനാക ഇന്നക തഈശു ബിഖൈരിൻ വതമൂതു ബിഖൈരിൻ വഇന്നക മിൻ അഹ്ലിൽ ജന്ന. അത് നിന്നെ പറ്റിയിട്ടുള്ളതല്ല, നീ ജീവിക്കുന്നതും മരിക്കുന്നതും ഖൈറിലാണ്, നീ സ്വർഗാവകാശിയാണ് എന്ന് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. അതുപോലെ വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പോലെ ഉറക്കെ വിളിക്കരുത് എന്നുള്ളതിന്റെ ഉദ്ദേശമായിട്ട്, ഉറക്കെ സംസാരിക്കരുത് ആദ്യം വന്നു. ഇതിന്റെ ഉദ്ദേശമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്പരം പേര് വിളിക്കുന്നത് പോലെ, പരസ്പരം കുഞ്ഞിയത്ത് വിളിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ വിളിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പരസ്പരം നമ്മൾ ഒരാളുടെ പേര് വിളിക്കും. അപ്പൊ അതേപോലെ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിയത്തായിട്ടുള്ള യാ അബുൽ ഖാസിം എന്നോ നേരിട്ട് വിളിക്കാൻ പാടില്ല. ഒന്നുകിൽ യാ നബി അല്ലാഹ് അല്ലെങ്കിൽ യാ റസൂൽ അല്ലാഹ് എന്ന നിലയ്ക്കേ വിളിക്കാൻ പാടുള്ളൂ എന്നുള്ള കൽപ്പനയാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നും തഫ്സീറുകൾ കാണാം. എന്നാൽ അറാബികളൊക്കെ വരുന്ന സമയത്ത് അവർ യാ അബുൽ ഖാസിം എന്നും യാ മുഹമ്മദ് എന്നെല്ലാം വിളിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അറാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ അറാബികളിലെ നേതാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റു സ്വഹാബികൾ സംസാരിക്കാതെ അവർക്ക് സംസാരിക്കാനുള്ള അനുവാദം വരെ കൊടുക്കുന്ന അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവരുടെ ശൈലിയും എല്ലാം. അതുകൊണ്ട് തന്നെ അവരങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നിങ്ങൾ വിളിക്കാൻ പാടില്ല, ഒന്നെങ്കിൽ നബി അല്ലാഹ് അല്ലെങ്കിൽ റസൂൽ അല്ലാഹ്, ആ രീതിയിലാണ് വിളിക്കേണ്ടത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്നും തഫ്സീറിൽ കാണാം. അപ്പൊ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ശബ്ദം ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കരുത്; രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരസ്പരം പേര് വിളിക്കുന്ന പോലെ, കുഞ്ഞിയത്ത് വിളിക്കുന്ന പോലെ വിളിക്കാൻ പാടില്ല എന്നുള്ളത്. ഇനി ഇതിന്റെ അനന്തരമായിട്ട് എന്താ ഉണ്ടാവുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ?
അള്ളാഹു പറയാണ് അൻ തഹ്ബത അഅ്മാലുകും വഅൻതും ലാ തശ്ഉറൂൻ. കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്ന ഒരു കാരണമാണിത്. നിങ്ങൾക്കറിയാതെ, നിങ്ങൾ മനസ്സിലാക്കാതെ, നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ കർമ്മങ്ങൾ തകർന്നു പോകാൻ, പൊളിഞ്ഞു പോകാൻ അത് കാരണമാകും എന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മര്യാദയും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതില്ല എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാൻ, തകർന്നു പോകാൻ അതൊരു കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഈ അദബ് പാലിക്കണം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആയത്ത് സൂറത്തുൽ ഹുജറാത്തിലെ തന്നെ 6-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുക്കൽ ഒരു ഫാസിഖ്, ഒരു അധർമ്മകാരി എന്തെങ്കിലും ഒരു വാർത്ത കൊണ്ടുവരികയാണെങ്കിൽ ഫതബയ്യനൂ, നിങ്ങളത് വ്യക്തമാക്കണം, അഥവാ നിങ്ങളത് ഉറപ്പിക്കണം, അത് എന്താണ്, ശരിയാണോ അല്ലേ എന്ന് ഉറപ്പിക്കണം. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, നിങ്ങളത് ഉറപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, ആ വ്യക്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു കൂട്ടർക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയേക്കാം. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിബീൻ, അങ്ങനെ നിങ്ങൾ ആ ചെയ്തതിന്റെ പേരിൽ പിന്നീട് ഖേദിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ ഒരു ഫാസിഖ്, ഒരു അധർമ്മകാരി ഒരു വാക്ക് കൊണ്ടുവരുമ്പോൾ അത് വ്യക്തമായി നിങ്ങൾ പരിശോധിക്കണം എന്നുള്ളത്. ഈ ആയത്തിന് പ്രത്യേകത പറഞ്ഞാൽ ഉസൂലുൽ ഹദീസ്, അഥവാ ഹദീസുകൾ അതിന്റെ റാവികളെ കുറിച്ച് പഠിക്കുന്നിടത്ത് അതിന്റെ റിജാലുകൾ, ഇന്ന ആളുടെ ഒരു ഹദീസ് സ്വീകാര്യമാണോ, അയാളിന് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് പഠിക്കുന്ന ഇസ്ലാമിക ലോകത്തിന് എല്ലാ കാലത്തും അഭിമാനമായിട്ടുള്ള ആ ഇൽമിന്റെ മേഖല, ഏതൊക്കെ റായിമാർ വന്നിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവചരിത്രവും അവരുടെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന റിജാലുകളെ കുറിച്ചുള്ള പഠനത്തിന്റെ ആ ഒരു മേഖലയുടെ അടിസ്ഥാന ആയത്ത് ഇതാണ്. ഉസൂൽ ഹദീസ് എല്ലാം പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ഈ ആയത്തുമെന്നാ പഠിക്കുക. കാരണം ഈ ആയത്തുമെന്നാണ് ഈ റായിമാരെ കുറിച്ചിട്ടൊക്കെ പഠിക്കണം എന്നുള്ളതിനുള്ള കാര്യം വന്നിട്ടുള്ളത്. കാരണം ഇതിലെന്താ പറഞ്ഞത്, ഇപ്പൊ നല്ലൊരു വ്യക്തി ഒരു കാര്യം വന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അത് വിശ്വസിക്കാനുള്ള, അവിടെയുള്ള അയാളെ തെറ്റിദ്ധരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറില്ല. ഇപ്പൊ സിദ്ഖുള്ള ഒരാൾ, ഇപ്പൊ ഹദീസിന്റെ ഉസൂലുകൾ പെട്ടൊരു കാര്യമാണ് സ്വഹാബികളെല്ലാം അദൂലുകളാണ്, സ്വഹാബികളുടെ വാക്കൊക്കെ സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളത് പൊതുവെ ഹദീസുകളിലുള്ള ഒരു കായികയാണ്. അവര് നീതിമാന്മാരാണ് എന്നുള്ളതിൽ അവർ സംശയിക്കേണ്ടതില്ല എന്നുള്ള നിലക്ക് അതിനുശേഷമുള്ള ആളുകളിലാണ് ഈ പഠനങ്ങൾ. അപ്പോ ഒരു ഫാസിഖായിട്ടുള്ള അഥവാ അധർമ്മകാരി, അവൻ ശരിയായ രീതിയിലുള്ള ജീവിതമല്ല, അപ്പൊ അവൻ പറയുന്നതിൽ എന്തുണ്ടാവും. അങ്ങനെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം വന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ, ബിനബൈൻ, ഒരു വാർത്ത, ഒരു വൃത്താന്തം അറിയിക്കുകയാണെങ്കിൽ, ഫതബയ്യനൂ, അവിടെയാണ് ഈ ഉസൂൽ ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനം നിൽക്കുന്നത്. നിങ്ങൾ അത് വ്യക്തമാക്കണം, വ്യക്തമായി പരിശോധിക്കണം. ആ പറഞ്ഞത് ശരിയാണോ അല്ലയോ, അയാൾ സിദ്ഖോട് കൂടി പറഞ്ഞതാണോ അതോ കദിബോട് കൂടി പറഞ്ഞതാണോ എന്നെല്ലാം പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചില്ല എങ്കിൽ ആരെങ്കിലും പറയുന്ന വാർത്ത, അപ്പൊ ഒരു കൂട്ടരെ കുറിച്ചിട്ട് ഒരാൾ വന്ന് പറയാം, അതിന്റെ പേരിൽ ആ കൂട്ടർക്കെതിരെ അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, നിങ്ങൾ ആ അറിവില്ലാതെ അവരെ എന്തെങ്കിലും തരത്തിൽ, ഈ ഒരു വാർത്ത കള്ളവാർത്തയായിരിക്കും, അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ ഖേദിക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങളിത് പരിശോധിക്കണം എന്ന് അല്ലാഹു തആല ഈ ആയത്തിൽ പറയാൻ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹദീസിന്റെ സൽഫുകളിൽ നിന്ന്, സൽഫുകള് ഹദീസുകൾ സ്വീകരിക്കുന്നിടത്ത് ഖവാരിജുകളുടെ റിവായത്തുകളൊക്കെ സ്വീകരിക്കാറുണ്ട്. അവർ സിദ്ഖോട് കൂടി പറഞ്ഞിട്ടുള്ള ഖവാരിജുകളിൽ അവർ പിന്നെ ഫുസാഖുകളാണ്, അധർമ്മകാരികളാണ് എന്ന് അറിയുന്ന കാര്യമാണ്. എന്നാൽ അവരിൽ സിദ്ഖുള്ള ആളുകളുടെ റിവായത്തുകളെ, ഹദീസുകളുടെ വിഷയത്തിൽ അതിനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ സലഫുകൾ സ്വീകരിക്കാൻ, അവർ നിലപാട് സ്വീകരിക്കാൻ ഈ ആയത്തൊരു കാരണമാണ്. കാരണം ഫാസിഖിന്റെ ഒരു റിവായത്ത് വന്നാൽ അത് ഉറപ്പാക്കി കഴിഞ്ഞാൽ അത് സ്വീകരിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഖവാരിജുകളിൽ നിന്നുള്ള റിവായത്തുകളെല്ലാം സ്വീകരിക്കാനുള്ള ഒരു കാരണം ഈ ആയത്തിന്റെ പിന്നെ ഫതബയ്യനു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് എന്നെല്ലാം കാണാം. അപ്പോ ആ ഒരു ഇൽമിന്റെ മേഖലയിലേക്കുള്ള തുറവി ഹദീസുകളെ പരിശോധിക്കുന്നിടത്ത് അതൊക്കെ ഈ ആയത്താണ് കാരണം. അത് വേറൊരു കാര്യം, പൊതുവെ ആയിട്ട് ഈ ആയത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോഴേക്കും ആർക്കെങ്കിലും എതിരെ ഒരു നടപടി എടുക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇന്ന് കാലത്ത് ഒന്നുകൂടിയും സംസാരങ്ങളും വാർത്തകളും ഒക്കെ വേഗം ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന കാലമാണ്. അപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കുമ്പോഴേക്കും അതങ്ങനെ തന്നെയാണ് എന്ന നിലക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുകയല്ല. ഒരു കാര്യം അത് ശരിയാണോ എന്ന് ഉറപ്പിച്ച് അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അതിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ഈ ആയത്ത് കൊണ്ടുള്ള പൊതുവായിട്ടുള്ള ഉദ്ദേശം. യാ അയ്യുഹല്ലദീന ആമനു എന്ന് ആരംഭിക്കുന്ന
ആയത്തുകളുടെ തഫ്സീറിൽ അടുത്ത ആയത്ത് സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുൻ ഖൈറൻ മിൻഹുൻ എന്നാരംഭിക്കുന്ന ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. പറയാണ്, ഒരു സമൂഹം മറ്റൊരു കൂട്ടരെ കളിയാക്കരുത് എന്നുള്ളത്. സുഖ്രിയ എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമായ സഹോദരനെ ഇകഴ്ത്തുന്ന വാക്കാവട്ടെ പ്രവർത്തനമാവട്ടെ അതെല്ലാം അത് ഉൾക്കൊണ്ടു. കളിയാക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ യഥാർത്ഥത്തിൽ കളിയാക്കുക എന്ന് പറഞ്ഞാൽ അത് അറിയിക്കുന്നത് ആരാണോ കളിയാക്കുന്നത്. എൻ്റെ ഒരു മുസ്ലിമായ സഹോദരനെ ഒരാൾ കളിയാക്കുകയാണെങ്കിൽ ആ കളിയാക്കുന്നവൻ, ആ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ ഉള്ളിലെ സ്വന്തത്തിലുള്ള ഉജുബ് അതറിയിക്കുന്നൊരു കാര്യമാണ് ആ കളിയാക്കുക എന്നുള്ള പ്രവൃത്തി. അതുപോലെ തന്നെ മറ്റൊരു മുസ്ലിം അത് ഈ കളിയാക്കുന്ന വ്യക്തിയുടെ ഉള്ളിലെ മോശപ്പെട്ട സ്വഭാവത്തെയും അവൻ്റെ മോശപ്പെട്ട പെരുമാറ്റത്തെയും എല്ലാം അറിയിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ മറ്റൊരു മുസ്ലിമിനെ വില കുറച്ച് കാണുന്ന, പുച്ഛിക്കുന്ന, നിന്ദിക്കുന്ന ഏതൊരു പ്രവർത്തനവും ഷെർറ് നിറഞ്ഞ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ബിഹസ്ബി ഇംരിഇൻ മിനശ് ശർർ അൻ യഹ്ഖിറ അഖാഹു അൽ മുസ്ലിം. തൻ്റെ മുസ്ലിമായ സഹോദരനെ പുച്ഛിക്കുക എന്നുള്ളത് ഒരുത്തനിലുള്ള ഷെറിനെ അറിയിക്കുന്ന കാര്യമാണ് എന്നുള്ളത്. അപ്പം ആ രീതിയിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കളിയാക്കാൻ പാടില്ല, അവനെ പുച്ഛിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പറഞ്ഞു, വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു കൂട്ടം സ്ത്രീകളും അതുപോലെ മറ്റ് ഒരു കൂട്ടം സ്ത്രീകളെ ഇതുപോലെ ചെയ്യരുത്. ചിലപ്പോൾ അവർ കളിയാക്കപ്പെട്ടവർ കളിയാക്കുന്നവരെക്കാൾ ഉത്തമരായിരിക്കും, നല്ല സ്വഭാവമുള്ള, നല്ല കാര്യങ്ങളുള്ള, നല്ല ഗുണങ്ങളുള്ള, തഖ്വയുള്ള ആളുകളായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ഈ ആയത്തിൽ പറഞ്ഞു, വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ എന്തു ചെയ്യരുത്, കുത്തുവാക്കുകൾ പറയരുത്. ഇവിടെ ലംസ് എന്നുള്ള പദം അത് വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കുന്നതിനാണ്. അതേസമയം ഹംസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം കൊണ്ടാണ്. ഇപ്പോൾ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, അതിൽ ഹുമസ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം കൊണ്ട് ഒരാളെ കുത്തി വേദനിപ്പിക്കുന്നതിനാണ് പറയുക. ലുമസ എന്ന് പറഞ്ഞാൽ വാക്ക് കൊണ്ട് ഒരാളെ വേദനിപ്പിക്കുന്നതിനാണ് പറയുക. ഇവിടെ പറയാണ്, നിങ്ങളെ തന്നെ, ഇവിടെ നമുക്ക് അല്ലാഹു തആല ഉപയോഗിച്ച പദം അൻഫുസകും, നിങ്ങളെ തന്നെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള സംസാരിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെ തന്നെ എന്ന് പറയാനുള്ള കാരണം, മുസ്ലിമീങ്ങൾ പരസ്പരം ഒരു ശരീരം പോലെ പരസ്പരം സഹോദരങ്ങളായി കാണേണ്ടതുള്ളത് കൊണ്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന്റെ തഫ്സീറിൽ ഇവിടെ കുത്തുവാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗീബത്താണ്. തൻ്റെ സഹോദരന്റെ ന്യൂനതകൾ, തൻ്റെ സഹോദരന് പറയുന്നത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അത് പറയുന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ തൊട്ടടുത്ത ആയത്തിലും അതിനെപ്പറ്റി പറയുന്നുണ്ട്. വളരെ ഗൗരവമുള്ള, അധിക ആളുകളിലും സംഭവിച്ചു പോകുന്ന ഒരു വൻപാപമാണ് ഗീബത്ത് എന്നുള്ളത്. അത് നന്മയുള്ള ആളുകളിൽ പോലും സംഭവിക്കുന്ന, അറിയാതെ സംഭവിച്ചു പോകുന്ന ഗൗരവമേറിയ ഒരു പാപമാണ് ഗീബത്ത് എന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്യരുത് പറഞ്ഞു. അടുത്തത് പറഞ്ഞു, വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരിഹാസ പേരുകൾ വിളിക്കരുത്. പരസ്പരം ഒരാളെ കുറിച്ച് അയാൾക്ക് വേദന ഉണ്ടാക്കുന്ന, അയാൾക്ക് ഇഷ്ടമില്ലാത്ത പരിഹാസ പേരുകൾ ഉണ്ടാകും. അങ്ങനെ ആ പേരുകൾ നിങ്ങൾ വിളിക്കുകയും ചെയ്യരുത്. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, ഈമാനിന് ശേഷം എന്ത് മോശമാണ് ഇതുപോലെയുള്ള ഈ പേരുകളെല്ലാം വിളിക്കുന്നത്, എന്ത് മോശമായ കാര്യമാണ് എന്ന് അല്ലാഹു തആല പറയാണ്. അപ്പോൾ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സ്വഭാവം കൊണ്ടും സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും എല്ലാം പ്രത്യേകതയുള്ളവനാണ്. അതുകൊണ്ട് മറ്റുള്ള മുഅ്മിനീങ്ങളോടുള്ള കടമകളിൽ പെട്ടതാണ് ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ കളിയാക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ അവനെക്കുറിച്ച് ഗീബത്ത് പറയാൻ പാടില്ല എന്നത്, അവനെ പരിഹാസപ്പേര് വിളിച്ച് കുറ്റപ്പെടുത്തുന്ന, വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. ഇതെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്, വമൻ ലം യതുബ് ഫഉലൈക ഹുമുദ്ദാലിമൂൻ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്ന ആളുകൾ, സംഭവിച്ചിട്ടുള്ള ആളുകൾ, അവർ തൗബ ചെയ്യുന്നില്ല എങ്കിൽ അവനാണ് അക്രമികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കുറവുകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം.
എന്തെങ്കിലും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങാൻ വളരെ ധൃതി കാണിക്കുന്ന ആളുകളായിരിക്കണം യഥാർത്ഥ സത്യവിശ്വാസികൾ എന്ന് പറയുന്നത്. അടുത്ത ആയത്തിൽ, ഈ ആയത്തിന്റെ തൊട്ടുശേഷമുള്ള സൂറത്തുൽ ഹുജറാത്തിലെ തന്നെ 12-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനദ്ദൻ ഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ. നിങ്ങൾ ഊഹത്തിൽ നിന്ന് ധാരാളം നിങ്ങളത് ഒഴിവാക്കുക. ഊഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഊഹമുണ്ടാകും. അതായത് ഒരാൾക്ക് അതുമായി ഒരു ബന്ധം തന്നെ ഉണ്ടാവില്ല, അതിൻ്റെ പേരിൽ ഊഹിക്കുന്നുണ്ടാവും. അത് വളരെ ഗൗരവമുള്ളതാണ്, അത് കളവായി മാറുന്ന കാര്യമാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഊഹം ഉണ്ടാവും. അതായത് ഒരാളെക്കുറിച്ച് നമുക്ക് ഏറ്റവും അധികം അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ തോന്നുന്ന ഊഹം എന്നുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ഹഖീഖത്തിലുള്ളത് അത് ശരിയായിരിക്കാം. മൂന്നാമത്തെ ഒരു തരം ഊഹം എന്ന് പറഞ്ഞാൽ ഖരീനത്തായിട്ട്, അതായത് ഒരാളിൽ നിന്ന് മുമ്പ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ അങ്ങനെ ആകാം എന്ന് നമ്മൾ ആ താരതമ്യം ചെയ്തുകൊണ്ട് ഊഹിക്കുക എന്നുള്ളത്. അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പോൾ ഇതിൽ ഹഖീഖത്തായിട്ടുള്ള നമുക്ക് ഏകദേശം ഉറപ്പായി വരുന്ന വന്നും അല്ലെങ്കിൽ മുമ്പുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഊഹിക്കുക എന്നുള്ളതും അത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് ഖുർആനിൽ തന്നെയും പല സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായതും അത് അനുവദനീയമായിട്ടുള്ള മേഖലകളുണ്ട്. എന്നാൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, ഒരു കാര്യവുമില്ലാത്ത രീതിയിൽ ഊഹിക്കുന്നത് കാണാം, തെറ്റായ രീതിയിൽ ഇത് ഊഹിക്കുന്നത് കാണാം. കാരണം അത് നയിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും യോജിക്കാത്ത പ്രവർത്തനങ്ങളിലേക്കും സംസാരങ്ങളിലേക്കും അതുപോലെ ഒരു മുസ്ലിമിനെ കുറിച്ച് മോശമായി ചിന്തിക്കുന്നതിലേക്കും പരസ്പരം ബന്ധവിച്ഛേദനത്തിലേക്കും പലതിലേക്കും നയിക്കും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഊഹങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തഗാഫുലാണ്, അത് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടത്. ഇപ്പോൾ ഒരു മുഅ്മിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി, അതിങ്ങനെ നമ്മൾ അത് വിചാരിച്ച് നോക്കാതെ, അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ, അല്ലെങ്കിൽ ഒരു മുഅ്മിനെ കുറിച്ച് അങ്ങനെ ഊഹിക്കാതെ അത് ഒഴിവാക്കി വിടുകയാണ് വേണ്ടത്. അപ്പോൾ ആ ലന്നിനെ നിങ്ങൾ ഒഴിവാക്കണം. ലന്നിൽ പലതും അത് പാപമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, വലാ തജസ്സസു, നിങ്ങൾ നിങ്ങളുടെ മുസ്ലിമായ ഒരു സഹോദരന്റെ ഔറത്തുകൾ, ന്യൂനതകൾ ചികഞ്ഞന്വേഷിക്കുന്ന ആളുകളാവരുത്. ബാഹ്യമായിട്ടുള്ളതിനപ്പുറത്തേക്ക് അവനെന്താ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇതാണോ അതാണോ എന്ന നിലക്ക് ഒരാളുടെ കുറവുകൾ, ഒരു മുസ്ലിമിന്റെ കുറവുകൾ ചികഞ്ഞന്വേഷിക്കുന്ന, അത് ആളുകൾക്ക് മുമ്പിൽ വെളിവാക്കാൻ വേണ്ടി അതിന്റെ പിന്നാലെ നടക്കുന്ന ആളായി നിങ്ങൾ മാറാൻ പാടില്ല. കാരണം അത് വലിയ കുഴപ്പങ്ങളിലേക്കാണ് എത്തിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നിങ്ങളൊരു മുസ്ലിമിന്റെ ന്യൂനത നോക്കി നടക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങളുടെ ന്യൂനത നോക്കാൻ നടക്കും. അത് പിന്നെ നിങ്ങൾ വീടിനകത്താണെങ്കിലും അള്ളാഹു അത് വെളിവാക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ ഒരു മുസ്ലിമിന്റെ ന്യൂനതകൾ മറച്ചു വെക്കുക എന്നുള്ളതാണ് മറ്റൊരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞു. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. നിങ്ങൾ നിങ്ങളിൽ മറ്റു ചിലരെ പറ്റി ഗീബത്ത് പറയരുത്. സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത, എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ് വലൗ കാന ഫീഹി, നിന്റെ സഹോദരനെ കുറിച്ച് നീ പരാമർശിക്കലാണ് അവന് ഇഷ്ടമില്ലാത്ത കാര്യം, അത് അവനിൽ ഉള്ളതാണെങ്കിലും. ആ ഒരു സ്വഭാവം, ആ ഒരു പെരുമാറ്റം, ഒരു കാര്യം അവനുള്ളതാണെങ്കിലും, അവനുള്ള കാര്യമായിരിക്കും. പക്ഷെ ആ ഉള്ള കാര്യം അതിങ്ങനെ പറയുന്നത് സഹോദരൻ ഇഷ്ടമില്ല എങ്കിൽ അത് പറയലാണ് ഗീബത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ നമ്മൾ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകും, നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകും, വൻപാപിയായി മാറും, വളരെയധികം അപകടത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് ഗീബത്ത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗീബത്തിന് നൽകാവുന്ന ഏറ്റവും നല്ലൊരു ഉപമ കൂടി നൽകുകയാണ്. അല്ലാഹു ചോദിക്കുകയാണ്, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമോ നിങ്ങളുടെ സഹോദരന്റെ ശവശരീരം, ആ മാംസം അത് പച്ചക്ക് തിന്നാൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമോ? അതായത് ആ ശവശരീരം തിന്നുക എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണോ? ഫകരിഹ്തുമൂഹ്, നിങ്ങളത് വെറുക്കുന്നു. അതേപോലെയാണ് ഗീബത്ത്. ഒരു ആളെ കുറിച്ച് ഗീബത്ത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ മാംസം തിന്നുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് ഗീബത്ത്. നിങ്ങളത് വെറുക്കുന്നു, അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ തവ്വാബുൻ റഹീം, അള്ളാഹു തവ്വാബും റഹീമുമാണ്. അഥവാ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ പറ്റിപ്പോകുന്നുണ്ടെങ്കിൽ
തൗബ ചെയ്ത് അള്ളാഹുവിനോട് കാരുണ്യത്തെ ചോദിച്ച് മടങ്ങണം എന്നറിയിക്കാനാണ് ഈ നാമങ്ങൾ കൊണ്ട് ഈ ആയത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഗീബത്ത് എന്നുള്ളത് വൻപാപത്തിൽ പെട്ടതാണ്, അത് മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പറയാണ്. അതുപോലെ ഒരു മുസ്ലിമിന്റെ ന്യൂനത ചികഞ്ഞ് അന്വേഷിക്കുന്ന അവനെന്താ അങ്ങനെ അതെന്താ അങ്ങനെ ഇങ്ങനെയാണോ ആ നിലക്ക് അന്വേഷിക്കാൻ പാടില്ല. ഊഹം എന്നുള്ളത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഊഹങ്ങൾ അത് ഒഴിവാക്കേണ്ടതാണ്. അത്രയും ബോധ്യപ്പെടുന്ന ഊഹങ്ങൾക്കാണ് എന്തെങ്കിലും സ്ഥാനമുള്ളൂ. അടുത്ത ആയത്ത് സൂറത്തുൽ ഹദീദിലെ 28-ാമത്തെ ആയത്താണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ച് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അധികം മുഫസ്സിരീങ്ങളും ഈ ഖിതാബ് ഇവിടെ മുഅ്മിനീങ്ങൾ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അഹ്ലുൽ കിതാബിൽപ്പെട്ട മുഅ്മിനീങ്ങളാണ്. അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാമിലും ഈസാ നബി അലൈഹി ഇസ്ലാമിലും യഥാർത്ഥ രൂപത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളെയാണ് ഈ ആയത്തിൽ വിളിക്കുന്നത് എന്ന് ധാരാളം മുഫസ്സിരീങ്ങൾ പറഞ്ഞു. എന്നാൽ മുഅ്മിനീങ്ങളും അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടുള്ളവരും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അഹ്ലുൽ കിതാബുകാരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് അധിക തഫ്സീറുകളും. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു, അപ്പോൾ ആരെ വിളിക്കുന്നത്? മൂസാ നബി അലൈഹി ഇസ്ലാമിലും ഈസാ നബി അലൈഹി ഇസ്ലാമിലും യഥാർത്ഥ രൂപത്തിൽ വിശ്വസിച്ച അവരോട് പറയുകയാണ് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വാക്കിലും പ്രവർത്തനത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. വആമിനു ബിറസൂലിഹി, അവന്റെ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കണം. അവിടെ അഹ്ലു കിതാബുകാരാടാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും നിങ്ങൾ വിശ്വസിക്കണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, ഈസാ നബി അലൈഹി ഇസ്ലാം വിശ്വസിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ യുഅ്തികും കിഫ്ലൈനി മിൻ റഹ്മതിഹി, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് 2 ഇരട്ടി നിങ്ങൾക്ക് ലഭിക്കും, 2 മടങ്ങായി നിങ്ങൾക്ക് ലഭിക്കും. ചില ഹദീസുകളിൽ ഇതേ ആശയം വന്നിട്ടുണ്ട്. അഥവാ ഈസാ നബി അലൈഹി ഇസ്ലാമിലോ മൂസാ നബി അലൈഹി ഇസ്ലാമിലോ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുമ്പോൾ അവർക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് എന്നറിയിക്കുന്ന ചില ഹദീസുകളും വന്നിട്ടുണ്ട്. അപ്പോൾ പറയാണ് നിങ്ങൾക്ക് ഇരട്ടി, കാരണം അവരിലേക്ക് വന്ന നബിയിലും അവർ വിശ്വസിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവർ വിശ്വസിച്ചു. അത് കാരണത്താൽ ഇനി മുഅ്മിനീങ്ങളോടാണെങ്കിൽ മുഅ്മിനീങ്ങൾക്കും റസൂലുള്ളാഹിയിലുള്ള ഈമാൻ കൊണ്ട് ഇരട്ടി റഹ്മത്ത് ലഭിക്കും. എന്നിട്ട് പറയാണ് വയജ്അൽ ലക്കും നൂറാ, നിങ്ങൾക്കൊരു പ്രകാശത്തെ അള്ളാഹു ഒരുക്കി തരും. വഴികേടിൽ നിന്ന് യഥാർത്ഥ മാർഗത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്ന, പിന്നെ കുഫറിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും തൗഹീദിനെയും സുന്നത്തിനെയും അതുപോലെ വലാലത്തായിട്ടുള്ള ഇരുട്ടായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് ഹക്കിനെ മനസ്സിലാക്കുന്ന ഒരു പ്രകാശത്തെ അല്ലാഹു തആല നിങ്ങൾക്ക് ആക്കി തരും. തംശൂന ബിഹി, അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാം. അഥവാ ദീനിൽ നിങ്ങൾക്ക് അതിലൂടെ അള്ളാഹുലേക്ക് അടുക്കുന്ന കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാം. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുകയും ചെയ്യും. ഈമാൻ എന്നുള്ളത്, യഥാർത്ഥ ഈമാൻ എന്നുള്ളത് പാപങ്ങൾ പൊറുക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള പല കാരണങ്ങളും നമ്മൾ അന്വേഷിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇസ്തിഗ്ഫാർ പാപം പൊറുക്കാനുള്ളതാണ്, പിന്നെ സ്വതക്ക പാപം പൊറുക്കാനുള്ളതാണ്, നിസ്കാരം പാപം പൊറുക്കാനുള്ളതാണ്, ഓരോ ഇബാദത്തുകൾക്കും ഉണ്ട്. എന്നാൽ പാപം പൊറുക്കുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം യഥാർത്ഥ ഈമാനാണ്, യഥാർത്ഥ വിശ്വാസമാണ്. അത് എത്രത്തോളം ഒരാൾ കുറക്കുന്നുവോ അത് പാപങ്ങൾ പൊറുക്കാനുള്ള കാരണത്തെ കൂടുതൽ ശക്തമാക്കും. അപ്പോൾ അത് ഈ റസൂലിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറും റഹീമുമാണ് എന്ന്. അപ്പോൾ ഈ ആയത്തിൽ മുഅ്മിനീങ്ങൾ കൊണ്ടുള്ള ഖിതാബ് പ്രത്യേകിച്ചും അഹ്ലുൽ കിതാബിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിലും ഈസാ നബി അലൈഹി ഇസ്ലാമിലും വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ. അവരോട് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലും നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ 2 ഓഹരി റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കും, അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ ഒരു പ്രകാശം ലഭിക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും എന്ന് അള്ളാഹു അറിയിക്കുകയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ മുജാദിലയിലെ 9-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ഇതിനു മുമ്പുള്ള ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം പറയാണ്. അഥവാ മുനാഫിഖീങ്ങൾ മുഅ്മിനീങ്ങൾക്കെതിരെ മുഅ്മിനീങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ രഹസ്യമായി ഗൂഢാലോചനകൾ നടത്താറുണ്ടായിരുന്നു. നജ്വ, രഹസ്യമായിട്ടുള്ള കാഴ്ചകളും അതുപോലുള്ള കാര്യങ്ങളും നടത്താറുണ്ടായിരുന്നു. ചിലപ്പോൾ ഇസ്ലാമിലെ ശത്രുക്കളായിട്ടുള്ള ആളുകളുമായിട്ടും കൂടിയിരുന്ന് അതുപോലെയുള്ള കൂടിയാലോചനകൾ നടത്തുന്ന, രഹസ്യ സംഭാഷണങ്ങൾ നടത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ തനാജൈതും ഫലാ തതനാജൗ,
ബിൽ ഇസ്മി വൽ ഉദ്വാനി വമഅസിയത്തിർ റസൂൽ. നിങ്ങൾ രഹസ്യമായിട്ടുള്ള ഗൂഢാലോചനകൾ, അതുപോലെ മീറ്റിങ്ങുകൾ, അങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും പാപത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ശത്രുതയുണ്ടാക്കുന്ന അങ്ങനെയുള്ള വിഷയങ്ങളിലോ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നതിലോ നിങ്ങൾ കൂടിയാലോചിക്കരുത്. നിങ്ങൾ അതുപോലെയുള്ള രഹസ്യമായ കൂടിയാലോചന എന്നാൽ രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ, അങ്ങനെയുള്ള രഹസ്യമായിട്ടുള്ള കൂടിയാലോചനകൾ നിങ്ങൾ നടത്തരുത്. എന്നിട്ട് പറയാണ് തനാജൗ ബിൽ ബിർരി വത്തഖ്വ. നിങ്ങൾ അങ്ങനെ നടത്തുകയാണെങ്കിൽ, രഹസ്യമായ ചർച്ചകൾ നടത്തുകയാണെങ്കിൽ എന്ത് വിഷയത്തിലായിരിക്കണം? പുണ്യമായിട്ടുള്ള എന്തെങ്കിലും വിഷയം, ഒരാളുകളെ സഹായിക്കാനോ നന്മ കൽപ്പിക്കാനോ തിന്മ വിരോധിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ വത്തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കണം. എന്നിട്ട് പറഞ്ഞു വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അല്ലദി ഇലൈഹി തുഹ്ശറൂൻ, ആരിലേക്കാണോ നിങ്ങൾ മടക്കപ്പെടുന്നത് ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആയത്ത് പറയാനുള്ള ഒരു സാഹചര്യം, മുനാഫിഖീങ്ങൾ രഹസ്യമായിട്ടുള്ള ഇതുപോലുള്ള സംഭാഷണങ്ങൾ മുഅ്മിനീങ്ങളെ ഉപദ്രവിക്കാൻ, വേദനിപ്പിക്കാൻ വേണ്ടി പിശാചിന്റെ പ്രേരണയാൽ പിശാച് മുഅ്മിനീങ്ങൾ ദുഃഖിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അവർ ഈ ചർച്ചകൾ ചെയ്ത വിഷയം പറയുന്നിടത്ത് മുഅ്മിനീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതുപോലുള്ള രഹസ്യ സംഭാഷണങ്ങൾ, കൂടിയാലോചനകൾ, അതുപോലുള്ള കാര്യങ്ങൾ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തെറ്റിന് വേണ്ടിയിട്ടോ ഒരു പാപത്തിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നടത്തരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ മുജാദിലയിലെ തന്നെ 11-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പൊതുവായിട്ടുള്ള ഒരു അദബായിട്ടുള്ള ഒരു മര്യാദ പഠിപ്പിക്കുകയാണ്. സദസ്സിൽ പാലിക്കേണ്ട മര്യാദകൾ. ഇസ്ലാമിൻ്റെ മഹാസിനുകളിൽ, മേന്മകളിൽപ്പെട്ടൊരു കാര്യമാണ് ഓരോ സന്ദർഭത്തിലും പാലിക്കേണ്ട അദബുകൾ നമുക്ക് ദീനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെല്ലാം അദബുകൾ, കിടന്നുറങ്ങുന്ന സമയത്ത് എന്തെല്ലാം അദബുകൾ, മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് എന്തെല്ലാം അദബുകൾ, അതുപോലെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത്, മസ്ജിദിൽ കയറുന്ന സമയത്ത്, ഓരോ സന്ദർഭത്തിലുമുണ്ട്. ഇതിൽ സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇത് പൊതുവെയുള്ള മജ്ലിസുകൾക്ക് ബാധകമാണെങ്കിൽ കൂടി ഇത് പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലുള്ള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെന്താണ് അള്ളാഹു പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസ് ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. നിങ്ങളൊരു സദസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സദസ്സിൽ ആരെങ്കിലും പുതുതായി വന്നു, അപ്പോൾ ആ സദസ്സിൽ ഒരു സൗകര്യം ഒരുക്കാൻ വേണ്ടി, ഒരു വിശാലത നൽകാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വിശാലത നൽകുക. അത് സദസ്സിലിരിക്കുകയാണ്, അപ്പോൾ ഒരാൾ വന്നു, അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ അവിടെ സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ ആ രീതിയിലൊന്നും മാറിയിരുന്നാൽ ഒരു സ്ഥലം ഉണ്ടാവും. ഇരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന നിലക്കല്ല, അല്ലാതെ തന്നെ സൗകര്യപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതുപോലെ സൗകര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. ഒരാൾ കൂടി ഇരിക്കാൻ പറ്റുന്ന, അത് ഏതൊരു മജ്ലിസും, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസുകളിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. അതിന്റെ പ്രതിഫലം എന്താ പറഞ്ഞത്? ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്കും അതുപോലുള്ള വിശാലതകൾ നൽകും. അതായത് അള്ളാഹുവിന്റെ സുന്നത്താണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ചെയ്ത പ്രവർത്തനം എന്താണോ അതിനനുസരിച്ച് അതേ പോലുള്ള പ്രതിഫലം അള്ളാഹു നൽകും എന്നുള്ളത്. അത് നന്മക്കും അതുപോലെ ഉണ്ടാകും, പാപങ്ങൾക്കും അതുപോലെ ഉണ്ടാകും. ഇപ്പോഴെന്താ? നിങ്ങൾ വിശാല നൽകിയാൽ അള്ളാഹു നിങ്ങളോട് വിശാല നൽകും. ഒരു മുഅ്മിനിന്റെ ഞെരുക്കം തുറവി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്കും തുറവി നൽകും. ഒരു മുഅ്മിന്റെ ന്യൂനത മറച്ചു വെച്ചാൽ നിങ്ങളുടെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കും. നന്മക്ക് അതുപോലെയുള്ളത്, പാപങ്ങൾക്ക് അതുപോലെ തന്നെയാണ്. പാപത്തിന് ഇസ്ലാമിൽ ഹദ്ദുകൾ പരിശോധിച്ചാൽ തന്നെ, ഇപ്പൊ വ്യഭിചാരത്തിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലുകൾ കൊണ്ട് ശരീരം മൊത്തം കൊള്ളുന്ന രീതിയിൽ എറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ് അവിവാഹിതനായ വ്യഭിചാരിയുടെ മേലെ ശിക്ഷ. കാരണം അവൻ ആ ശരീരം കൊണ്ട് മുഴുവൻ അനുഭവിച്ച ആസ്വാദനത്തിന് ആ തരത്തിലുള്ള ശിക്ഷ അവൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഓരോ കാര്യത്തിനും അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രതിഫലമാണ് അള്ളാഹു തആല നിശ്ചയിക്കുക. അപ്പം അതിൽപ്പെട്ട കാര്യമാണ് ഇങ്ങനെ സദസ്സിൽ മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് വിശാലത നൽകുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകും. അത് എല്ലാ മേഖലയിലും ആ വിശാലത ഉണ്ടാകും. അതുപോലെ തന്നെ പറയാണ് വഇദാ ഖീല ഇൻശുസു ഫൻശുസു, നിങ്ങളോട് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും വേണം. എഴുന്നേൽക്കാൻ പറഞ്ഞാൽ കൊണ്ട് ഉദ്ദേശം ഒന്നെങ്കിൽ ആ വിശാലത ഒരുക്കാൻ വേണ്ടി, ഒന്നുകൂടി ആളുകളെ നേരാവണ്ണം ഇരുത്താൻ വേണ്ടി എഴുന്നേൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കണം എന്നുള്ള അർത്ഥം.
ചില മുഫസ്സിരിങ്ങൾ ഇതിനെ പറഞ്ഞത് നിസ്കാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജിഹാദിന് വേണ്ടിയിട്ടോ നിങ്ങൾ പുറപ്പെടണം, എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി എഴുന്നേൽക്കണം എന്നുള്ള ആശയത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ്, അതായത് പ്രധാനപ്പെട്ട ഒരു രീതിയിലാണ്. കാരണം ഇതുപോലെയുള്ള അദബുകളും ഇതുപോലെയുള്ള നല്ല സ്വഭാവങ്ങളും നല്ല പെരുമാറ്റങ്ങളും എല്ലാം ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ അടിസ്ഥാനം എന്താണ്? അല്ലാഹു പറയാണ്, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ ഈമാനുള്ളവരെയും ഇൽമുള്ളവരെയും അല്ലാഹു ദറജകൾ ഉയർത്തും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അഥവാ ഒരാളുടെ സ്വഭാവം നന്നാവുക, നല്ല പെരുമാറ്റം ഉണ്ടാവുക, അതെല്ലാം ഒരാളുടെ ഈമാനിന്റെയും ഇൽമിന്റെയും അടയാളങ്ങളാണ് എന്നാണ് ഈ ആയത്ത് ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുക, അയാൾക്ക് ഇൽമുണ്ടാവുക എന്നുള്ളതിന്റെ അടയാളങ്ങളാണ് ഇതുപോലെയുള്ള ഓരോ അദബുകളും മര്യാദകളും അങ്ങനെയൊക്കെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഈമാനിന്റെ ഫദ്ല് പറഞ്ഞു, ഇൽമിന്റെയും ഫദ്ല് പറഞ്ഞു. അതും ഈ ആയത്തിന് മനസ്സിലാക്കാം. ഈമാൻ എന്നുള്ളത് അറിയാം, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഉന്നതമായ സ്ഥാനം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളിൽ ഒരാളുടെ ദറജ ഉയർത്തുന്ന, സ്ഥാനമുയർത്തുന്ന കാര്യമാണ് ശർഈയായ ഇൽമ്, അറിവുള്ളവനാവുക എന്നുള്ളത്. നമുക്കറിയാം ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും താഴ്ന്ന ഒരു വ്യക്തിയും ഞാനും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് നിങ്ങളിലുള്ള ഒരു ആബിദും ഒരു ആലിമും തമ്മിലുള്ള വ്യത്യാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. അതുപോലെ പൂർണ്ണ നിലാവുള്ള ഒരു രാത്രിയിൽ മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനുണ്ടാകുന്ന ആ സൗന്ദര്യവും പ്രത്യേകതയും പോലെയാണ് ആബിദിനേക്കാൾ ആലിമിനുള്ള ശ്രേഷ്ഠത എന്നുള്ളത്. കാരണം ആബിദ് എന്നുള്ളത് അവൻ കുറെ ഇബാദത്തുകൾ നിർവഹിക്കും, അവൻ ആ ഇബാദത്തുകൾ തെറ്റ് സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവനാണ്. അല്ലെങ്കിൽ ആ ഇബാദത്തുകളെ പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ അതിനെക്കുറിച്ച് അവന് ഇൽമുണ്ടാവില്ല. എന്നാൽ ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏത് ഇബാദത്ത് കൊണ്ടാണ് കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കേണ്ടത്, എങ്ങനെയാണ് കൂടുതൽ പ്രതിഫലം നേടേണ്ടത്, ഏതാണ് ശരിയായ ഇബാദത്ത്, ഏതാണ് അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകുന്നത്, എങ്ങനെയാണ് ഇബാദത്ത് പൊളിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കുക, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിവുണ്ടാവും. അതുകൊണ്ട് ഒരു ആബിദ് ഒരുപാട് ചെയ്യുന്നതിനേക്കാൾ ഒരു ആലിമിന് കുറഞ്ഞ നേരം കൊണ്ട് ആ പ്രതിഫലം നേടിയെടുക്കാൻ അവന് അറിവുണ്ടാകും. അതാണ് ഇൽമിന്റെ ശ്രേഷ്ഠത. ഇൽമിന്റെ ഫദ്ല് ധാരാളമാണ്. 140 എത്രയോ ഫദ്ലുകൾ മാത്രം എണ്ണി പറഞ്ഞ ഒരു കിതാബാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മിഫ്താഹു ദാരിസ് സഅദയുടെ 1-ാമത്തെ വോള്യത്തിൽ ധാരാളം ഇൽമിന് ഉള്ള ഫദ്ലുകൾ എണ്ണി പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ദീന് കേൾക്കുക, പഠിക്കുക, അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ മാറ്റണം. ഒരു ദിവസത്തിൽ ചുരുങ്ങിയ ഒരു ഇൽമെങ്കിലും, ഒരു ആയത്തിന്റെ ആശയമോ അല്ലെങ്കിൽ ഒരു ഹദീസിന്റെ ആശയമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ദീനിന്റെ ഏതെങ്കിലും ഓരോ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഉയരാൻ സാധിക്കുകയുള്ളൂ. അതായത് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ അടുക്കൽ ദറജകൾ ഉയരണമെങ്കിൽ ഇൽമുണ്ടാവണം, എങ്കിൽ മാത്രമേ ആ ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ആയത്തിൽ ഈമാനിന്റെയും അതിൽ ഇൽമിന്റെയും ഫളിനെ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. സൂറത്തുൽ മുജാദിലയിലെ അവസാനത്തെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് തുടങ്ങുന്ന ആയത്ത് കൂടി പറയുകയാണ്. സൂറത്തുൽ മുജാദിലയിലെ 12-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നാജയ്തുമുർ റസൂല, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലുമായി രഹസ്യമായിട്ട് എന്തെങ്കിലും ഒരു സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖ, നിങ്ങൾ ആ രഹസ്യ സംസാരിക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും സ്വതക്ക നൽകണം, ഏതെങ്കിലും സാധുക്കൾക്ക് സ്വതക്ക നൽകണം എന്ന് പറഞ്ഞു. ദാലിക ഖൈറുൻ ലക്കും വഅത്ഹർ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളതും ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളതും. ഫഇല്ലം തജിദു, നിങ്ങൾക്ക് സ്വതക്ക നൽകാൻ ഒന്നുമില്ല എങ്കിൽ ഫഇന്ന അല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറും റഹീമുമാണ് എന്നുള്ളത്. ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊതുവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പറയുന്നത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ലഭിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടിയാലോചന നടത്താനും സംസാരിക്കാനും ആളുകൾ വരാറുണ്ട്. അപ്പോൾ ചില ആളുകൾ അത് ആവശ്യമുള്ള ആളുകളായിരിക്കും, എന്തെങ്കിലും അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. ചില ആളുകൾ ഒരു ആവശ്യവുമില്ലാതെ അവർ വെറുതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയം ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യവുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരത്തിനായി വരും. അപ്പൊ അതൊന്ന് കുറക്കാൻ വേണ്ടി
അതൊന്നും നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നിബന്ധന ഇറക്കിയതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രഹസ്യമായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഏതെങ്കിലും സാധുക്കൾക്ക് എന്തെങ്കിലും സ്വതക്ക നൽകിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ വരാൻ പാടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അനാവശ്യമായി സംസാരിക്കുന്ന ആളുകൾ അതിൽ നിന്ന് ഒഴിവാകും. ആവശ്യമുള്ള ആളുകൾ ആ സ്വതക്ക നൽകിയിട്ട് സംസാരിക്കാൻ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് ഇറക്കിയത്. അതോടൊപ്പം അള്ളാഹു തആല പറഞ്ഞു ഫഇല്ലം തജിദു, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല എങ്കിൽ അള്ളാഹു ഗഫൂർ റഹീമുമാണ് എന്ന്. പക്ഷെ തൊട്ടടുത്ത ആയത്തിൽ തന്നെ ഈ ആയത്തിൽ പറഞ്ഞ 12ാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യം എന്താണോ, വിധി എന്താണോ, അതിനെ നസ്ഖ് ചെയ്തുകൊണ്ടാണ് തൊട്ടടുത്ത ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ആയത്തിൽ പറയാൻ എന്താ, അഷ്ഫഖ്തും അൻ തുഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖാത്ത്, നിങ്ങൾക്കൊരു ഞെരുക്കമായി എങ്കിൽ, അഥവാ എല്ലാ സമയത്തും നബിയോട് എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ വരുമ്പോൾ സ്വതക്ക കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എങ്കിൽ ഫഇദ് ലം തഫ്അലു വതാബല്ലാഹു അലൈക്കും, നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ തൗബ സ്വീകരിക്കുന്നു എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ അത് ആവശ്യമില്ല, വളരെ കുറഞ്ഞ നേരം ഇറങ്ങിയൊരു വിധിയാണത്. അതായത് ഈ 12ാമത്തെ ആയത്ത് ഇറങ്ങി അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ നേരം കൊണ്ട് തന്നെ ആ നിയമത്തെ നസ്ഖ് ചെയ്തിട്ട് അടുത്ത ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ചില തഫ്സീറുകൾ കാണാം അലി റളിയല്ലാഹു അൻഹു മാത്രമാണ് ഈ ഒരു കൽപ്പനയുടെ പേരിൽ എന്തെങ്കിലും സ്വതക്ക കൊടുത്തിട്ടുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി സ്വതക്ക കൊടുത്തത് അലി റളിയല്ലാഹു അൻഹു മാത്രമാണ്. അപ്പോൾ തന്നെ ഇതിന്റെ നിയമം മാറ്റിയിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലക്കാരൻ ആളുകൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ആ നിയമത്തെ നസ്ഖ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ആ സംസാരത്തിന് വേണ്ടി, ആ ഒരു നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി അല്ലാഹു തആല ഇറക്കിയ ഒരു നിയമമായിരുന്നു അത്. യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളിൽ അടുത്ത ആയത്ത് സൂറത്തുൽ ഹശറിലെ 18ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നമ്മൾ പല ആയത്തുകളിലും പറഞ്ഞു. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അൽഅമലു ബിതാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് റജാഅ സവാബില്ലാഹ് വതർകി മആസിയല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് ഖൈഫത അദാബില്ലാഹ്. അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അല്ലാഹു പറഞ്ഞതുപോലെ അല്ലാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അനുസരിക്കുക. അള്ളാഹുവിൻ്റെ വിരോധനങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഒഴിവാക്കുക. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് മാത്രമാണ് ഇരുലോകത്ത് നമുക്ക് വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് സ്വർഗപ്രവേശനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം അല്ലാഹു തആല ഗൗരവത്തിലുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. അള്ളാഹു പറഞ്ഞു, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് അവൻ ഒരുക്കിയിട്ടുള്ളത് എന്ന്, മുന്നൊരുക്കി വെച്ചിട്ടുള്ളത് എന്നവൻ നോക്കട്ടെ, പരിശോധിക്കട്ടെ എന്ന് അല്ലാഹു തആല പറയാം. അതായത് നമുക്കറിയുന്നത് പോലെ നമ്മുടെ കയ്യിലുള്ളത് ഇന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. നാളെ എന്താകും എന്നുള്ളത് നമുക്കൊരു അറിവുമില്ല. അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളിൽ തന്നെ എത്ര ആളുകൾ ഇന്ന് നോമ്പ് തുറക്കാനുണ്ടാകും, അല്ലെങ്കിൽ അതിനു മുമ്പേ നമ്മളിൽ ആരെങ്കിലും അല്ലാഹു തആല മരണം വിധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോകും. അപ്പോൾ നാളെ എന്നുള്ളത് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്കായി നിൽക്കുന്ന അവസ്ഥയാണ്. ഈ ദിവസങ്ങൾ നമുക്ക് കർമ്മം ചെയ്യാനുള്ള സമയവും നാളെ പരലോകം വിചാരണയുടെ സമയമാണ്. ഇവിടെ വിചാരണയുമില്ല, അവിടെ കർമ്മങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും നോക്കട്ടെ സ്വന്തത്തിലേക്ക്. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അള്ളാഹുവിനെ അനുസരിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങളാണോ, അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചതാണോ? അതല്ല, അള്ളാഹു ധിക്കരിച്ച കാര്യങ്ങൾ, ഹറാമുകൾ ചെയ്തു കൂട്ടിയതും അള്ളാഹുവിലുള്ള വിശ്വാസം പാലിക്കാത്തതും അതുപോലെയുള്ള കാര്യങ്ങളാണോ എന്ന് പരിശോധിക്കട്ടെ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് വീണ്ടും അള്ളാഹു പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും, ഒരു കാര്യം ആദ്യത്തിലും അവസാനത്തിലും 2 തവണ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ നാളെ പരലോകത്തിന്റെ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം എത്ര ഗൗരവമുള്ളതായിരിക്കും? ഒരു കാര്യം പറഞ്ഞ് അതേ കാര്യം തന്നെ വീണ്ടും അള്ളാഹു എടുത്തു പറയാണ്, അള്ളാഹിനെ സൂക്ഷിക്കണം പറയാണ്. എന്നിട്ട് പറയാണ്, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന എന്ത് കാര്യവും അത് സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല.
ഇവിടെ നമ്മൾ ശരിക്ക് ചിന്തിക്കണം. അതായത് ഇപ്പോൾ ഈ തഖ്വയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തല്, തഖ്വയെ കുറിച്ചുള്ള വസിയത്ത് എത്ര ആയത്തുകളായി? യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടുള്ള ആയത്തുകളിൽ തന്നെ എത്ര ആയത്തുകളായി? നമ്മൾ നിസ്സാരമായി കാണരുത്. അത് നമ്മൾ ഇതൊക്കെ കുറെ കേട്ടതല്ലേ, ഇതൊക്കെ കുറെ പറഞ്ഞു കേട്ടതല്ലേ, നമ്മൾ എന്ന് കേൾക്കാൻ തുടങ്ങിയതാ? ആ ഒരു മാനസികാവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിഫാഖിനെ ഭയപ്പെടണം. നിഫാഖിനെ ഭയപ്പെടണം. ഇത്തഖുല്ലാ എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് ഏറ്റവും ആഗ്രഹിക്കുന്ന ദേഹേച്ഛ നിറഞ്ഞ പാപത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തി പിന്മാറിയ ആളുകളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുണ്ട്, സഹാബികളുടെ കാലത്തുണ്ടായിട്ടുണ്ട്, സലഫുകളുടെ കാലത്തുണ്ടായിട്ടുണ്ട്. ഇത്തഖുല്ലാ എന്നുള്ള ഒറ്റ വാക്കിന്റെ മേലിൽ അവരാഗ്രഹിച്ച തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ചെറിയൊരു വസിയത്തോ നമ്മൾ ഈ തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യർക്കും, ആദ്യക്കാരിലേക്കും അവസാനക്കാരിലേക്കും എല്ലാം അള്ളാഹുവിന്റെ പൊതുവായിട്ടുള്ള വസിയത്താണ്. വസിയത്തുള്ള എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താണ്? തഖ്വയാണ്. ഒരാൾ മറ്റൊരാളൊരു വസിയത്ത് വെച്ചാൽ ആദ്യം പറയേണ്ട കാര്യം എന്താണ്? തഖ്വയാണ്. പൊതു നിസ്സാരമായിട്ട് ഇതൊക്കെ കുറെ കേട്ടതാണല്ലോ അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിതത്തിലേക്കൊന്നും അതിന്റെ ഒരു പ്രതിഫലനം പോലും വരാതെ അതൊക്കെ കേട്ടിങ്ങനെ ഒഴിവാക്കുന്ന അവസ്ഥ നമുക്ക് വരുന്നുണ്ട് എങ്കിൽ നമ്മൾ നിഫാഖിനെ ഭയപ്പെടണം. 2 തവണ അത് പറഞ്ഞിട്ടാണ് നാളെ എന്താ നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് നോക്കിക്കോളി. ഉറപ്പാണ് ഇന്നത്തെ ഈ ദുനിയാവ് തീരും, ഇവിടെ എങ്ങനെ ജീവിച്ചാലും തീരും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാക്കാണ് ഫഫ്അൽ മാ ശിഅ്ത. നിനക്ക് എന്ത് ഇഷ്ടമുള്ളതൊക്കെ നിനക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല, നീ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്യാം. ഫഇന്നക മജ്സിയും ബിഹി, അതിനനുസരിച്ച് എനിക്ക് പ്രതിഫലം നൽകപ്പെടും. അതായത് ഒരാൾക്ക് എന്തും ചെയ്യാം, ഇവിടെ അതിനുള്ള അവസരമുണ്ട്. അയാളുടെ ഇഷ്ടത്തിന് അയാൾക്ക് എന്തും ചെയ്യാം. പക്ഷെ എന്ത് ചെയ്താലും അതിനനുസരിച്ച് പ്രതിഫലം നാളെ നൽകപ്പെടും. നന്മ ചെയ്താൽ അതുപോലെ, പാപം ചെയ്താൽ അതുപോലെ. ഇതിന്റെ തൊട്ടടുത്ത ആയത്തുകളും ഈ ഒരു ഖിതാബിനോട്, ഈ ഒരു വിളിയോട് തുടർന്ന് തന്നെ ഉള്ളത് കൊണ്ട് അതുകൂടി പറയുകയാണ്. അള്ളാഹു തുടർന്ന് പറയാണ്, വലാ തകൂനു, നിങ്ങളാകരുത്. നിങ്ങളോട് തന്നെ തുടർന്ന് പറയാം, നിങ്ങളാകരുത് കല്ലദീന നസുല്ലാഹ, അള്ളാഹുവിനെ മറന്നുപോയ ആളുകളെ പോലെ നിങ്ങളാവരുത്. അതായത് എന്തിനാണ് സൃഷ്ടിച്ചത് എന്നും ജീവിത ലക്ഷ്യം എന്താണ് എന്നും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അള്ളാഹുവിനെ ദിക്ർ ചെയ്യണമെന്നും അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനും ഇതൊന്നും ഒക്കെ മറന്നുപോയ ആളുകളെ പോലെ നിങ്ങളാവരുത്. അങ്ങനെ ആയാൽ ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹു നിങ്ങളെ തന്നെ മറപ്പിക്കും. അതായത് നമ്മുടെ സ്വന്തത്തിന് എന്താണ് ഗുണം, എന്താണ് ദോഷം, എന്താണ് നന്മ, എന്താണ് തിന്മ, ഉപകാരമുള്ളത് ഏതാണ്, ഉപദ്രവമുള്ളത് ഏതാണ്, നേരായ മാർഗം ഏതാണ്, പിഴച്ചത് ഏതാണ്, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ, സ്വന്തത്തിനുള്ള നേട്ടം എന്താണെന്ന് കൂടി മനസ്സിലാക്കാത്ത രീതിയിൽ അള്ളാഹു നമ്മുടെ സ്വന്തത്തെ മറപ്പിച്ചു കളയും. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തെമ്മാടികളായിട്ടുള്ള ആളുകൾ എന്ന് അള്ളാഹു തആല പറയാണ്. അപ്പോൾ തഖ്വയെ കൊണ്ടുള്ള വസിയത്തും പരലോകത്തെ വിചാരണയ്ക്ക് മുമ്പ് സ്വന്തത്തെ വിചാരണ ചെയ്ത് അതിനുവേണ്ടി ഒരുങ്ങാനും ഈ ആയത്തിലൂടെ അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ മുംതഹിനയിലെ 1-ാമത്തെ ആയത്താണ്. ഈ ആയത്തിലുള്ള വിഷയവും മുമ്പ് പല ആയത്തുകളിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വലാഉ ബറാവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. എന്നാൽ ഈ ആയത്ത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ആദ്യമേ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം പറയാം. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കൂടി മക്കം ഫത്ഹിന് വേണ്ടി, മക്ക കീഴടക്കാൻ വേണ്ടിയുള്ള യുദ്ധം ഉണ്ടാകേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അത് കീഴടക്കാൻ വേണ്ടി പോകുന്ന ആ സന്ദർഭത്തിൽ, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന സന്ദർഭത്തിൽ സ്വഹാബികളിൽപ്പെട്ട മുഹാജിറായിട്ടുള്ള ബദറിൽ പങ്കെടുത്തില്ല ബദരിയായിട്ടുള്ള ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? അവിടെയുള്ള മക്കയുള്ള ഖുറൈശികൾക്ക് ഒരു കത്തയച്ചു. എന്താ കത്തിൽ എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പുറപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ള നിലക്ക് അറിയിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ കയ്യിൽ ആ കത്ത് ഏൽപ്പിച്ചുകൊണ്ട് കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന സ്ഥലത്ത് ഉണ്ട്, ആ സ്ത്രീ പോയിട്ടുണ്ട് എന്ന നിലക്ക് അലി റളിയല്ലാഹു അൻഹുവിനെയും സഹാബികളെയും പറഞ്ഞയക്കുകയും ആ സ്ത്രീയിൽ നിന്ന് ആ സ്ത്രീ മുടിക്കുത്തിൽ ഒളിപ്പിച്ചു വെച്ച ആ കത്ത് വാങ്ങുകയും ചെയ്തു. അപ്പൊ ഈ കത്ത് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നീ ചെയ്ത് ചോദിച്ചു. അപ്പൊ സ്വഹാബി വിശദീകരണം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ചതിക്കാനോ അല്ലെങ്കിൽ അവിശ്വാസി ആയതുകൊണ്ട് ഒന്നുമല്ല ചെയ്തത്. എന്റെ കുറച്ച് കുടുംബക്കാരുണ്ട് അവിടെ, എനിക്ക് ഖുറൈശികളുമായിട്ട് കുടുംബബന്ധമല്ല, അടുപ്പുണ്ട് പക്ഷെ കുടുംബബന്ധമല്ല.
അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കുടുംബക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മുൻകരുതലിന് അവർക്ക് കുറച്ചൊരു സഹതാപം തോന്നാൻ വേണ്ടി ചെയ്തതാണ്. ബാക്കിയുള്ള മുഹാജിറുകൾക്ക് കുറേശ്ശി ബന്ധമുണ്ട്, എനിക്കതില്ല, അതുകൊണ്ട് ചെയ്തതാണ്, അല്ലാതെ ഞാൻ അവിശ്വാസിയാവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ആ സമയം ദേഷ്യം കൊണ്ട് ചോദിച്ചു, ഞാൻ ഈ മുനാഫിഖിന്റെ കഴുത്ത് വെട്ടട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ തിരിച്ചു പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത ഒരാളാണത്. ബദറിൽ പങ്കെടുത്ത ആളുകളോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇഫ്അൽ മാ ശിഅ്ത, നിങ്ങൾ എന്ത് വേണം ചെയ്തോളി, ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയുണ്ടായി. അപ്പോ ഈ സഹാബിയുടെ ഉദ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ് സുഹൈൽ ബുഖാരിയിലെ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ആയത്തിന്റെ അടിസ്ഥാനത്തിലും മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആയത്തിൽ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ലാ തത്തഖിദു അദുവ്വി വ അദുവ്വക്കും, എന്റെ ശത്രുവും നിങ്ങളുടെ ശത്രുവുമായിട്ടുള്ളവരെ ഔലിയാ, ഉറ്റമിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, അവരോട് സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന, അവരോട് അടുപ്പം വെച്ച് പുലർത്തുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. അഥവാ രഹസ്യങ്ങൾ കൈമാറുന്ന ഉറ്റമിത്രങ്ങളായിട്ടുണ്ടാവുന്ന അവസ്ഥ. അള്ളാഹുവിന്റെ ശത്രുവും നിങ്ങളുടെ ശത്രുവും പറഞ്ഞ ആരാണ്? കുഫാറുകളാണ്. അള്ളാഹുവിന്റെ ശത്രുവും മുസ്ലിമീങ്ങളുടെ ശത്രുവും പറഞ്ഞ കുഫാറുകളാണ്. അപ്പൊ അവരെ ഉറ്റമിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കരുത്. ഈ സഹാബിക്ക് സംഭവിച്ചതുപോലെ. വഖദ് കഫറു ബിമാ ജാഅകും മിനൽ ഹഖ്, എന്താണ് അവരുടെ പ്രശ്നം? എന്താണ് കുഫാറുകളുടെ പ്രശ്നം? എന്താണ് അടിസ്ഥാന പ്രശ്നം? നിങ്ങൾക്ക് ഹക്കായി വന്നു കിട്ടിയ ഈ തൗഹീദിലും ഈ ദീനിലും ഇസ്ലാമിലും എല്ലാം, നിങ്ങളുടെ റസൂലിലും എല്ലാം അവർ നിഷേധിച്ചിട്ടുണ്ട്. അവർ കാഫിറായിട്ടുണ്ട്. ഈ ഹക്കിനെ അവർ നിഷേധിച്ചിട്ടുണ്ട്. യുഖ്രിജൂന റസൂല വ ഇയ്യാക്കും, അത് മാത്രമല്ല നിങ്ങളെയും നിങ്ങളുടെ റസൂലിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അവരുടെ നാട്ടിൽ നിന്ന് അവർ പുറത്താക്കിയിട്ടുണ്ട്. അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഉപദ്രവങ്ങളാക്കി അവർ പുറത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, അൻതുഅ്മിനു ബില്ലാഹി റബ്ബിക്കും ഇൻ കുൻതും ഖറജതുൻ ജിഹാദൻ ഫീ സബീലി വബ്തിഗാഅ മർളാതി. അള്ളാഹു പറയാണ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങുന്ന, തൃപ്തി നേടുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അവർ വെറുക്കുന്നു എന്ന നിലക്ക് പറയാം. അപ്പൊ നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളാണ് എങ്കിൽ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ് എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്ത് എന്തുണ്ടാവരുത്? ഈ കുഫാറുകളുടെ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളുടെ, മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ ഉറ്റമിത്രങ്ങളായി, രഹസ്യങ്ങൾ സംസാരിക്കുന്ന ആളുകളായി നിങ്ങൾ സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന അവസ്ഥ ഉണ്ടാവരുത്. എന്നിട്ട് പറയാണ്, തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ, അവരോട് ഈ രീതിയിലുള്ള സ്നേഹബന്ധം, അടുത്ത ബന്ധം, രഹസ്യബന്ധം ഒന്നും വെക്കരുത് പറയും. എന്നിട്ട് പറയാണ്, വഅന അലമു ബിമാ അഖ്ഫൈതും വമാ അലൻതും, ഞാൻ ഏറ്റവും അറിയുന്നവനാണ്. നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതാവട്ടെ പരസ്യമായി വെക്കുന്നതാവട്ടെ അതെല്ലാം ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ ഞാനാണ്. വമൻ യഫ്അൽഹു മിൻകും ഫഖദ് ളല്ല സവാഅസ് സബീൽ, ഇനിയും അത് ആരെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിലാണെങ്കിൽ അവൻ വഴികേടിലായിരിക്കുന്നു എന്നുള്ളത്. അതായത് കുഫാറുകളോട് സ്നേഹബന്ധം വെച്ച് പുലർത്തുക എന്നുള്ളത്, അത് പിന്നീട് ആ കുഫറിന്റെ സ്വഭാവം നമ്മിലേക്ക് പകരുന്ന അവസ്ഥയിൽ എത്തുകയുള്ളൂ. ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ടായ ഏറ്റവും വലിയൊരു അപകടം അതാണ്. പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ മുസ്ലിം കുട്ടികൾ എന്തെങ്ങനെയാകുന്നത്, അല്ലെങ്കിൽ മുസ്ലിമുകൾ എന്തെങ്ങനെയാകുന്നത്, എന്താ സംഭവിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ വിഷയം? ഈ ഒരു അകൽച്ചല്ല. ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ ഒരു ചുറ്റുപാടുണ്ട് എന്നും ഇസ്ലാമികമായിട്ടുള്ള ബന്ധങ്ങൾ വേണമെന്നും അതിന്റെ ആ ഒരു പരിധി അത് വിട്ടു. സെക്യുലറിസം എന്നോ അല്ലെങ്കിൽ മതസൗഹാർദ്ദമെന്നോ എല്ലാ പേരുകൾ പറഞ്ഞ് എന്താണ് നമ്മൾ ദീനിനോട് കാണിക്കേണ്ട കൂറ്, ആ പരിധി വിട്ടുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ കുഫാറുകൾ ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് ഖൈറിനെ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ലഭിച്ച ഈ ദീൻ, നമുക്ക് ലഭിച്ച ഈ ഹക്ക്, അതിൽ അസൂയപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ബന്ധം മാനുഷികമാണ്. ഒരു മനുഷ്യൻ എന്ന നിലക്കുള്ള എല്ലാ ബന്ധവും നമുക്ക് അവരോട് കാണിക്കാം. പക്ഷേ ദീനിന്റെ വിഷയത്തിൽ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന, ദീനിന്റെ രഹസ്യങ്ങൾ കൈമാറുന്ന അങ്ങനെ ഒരു ബന്ധം പാടില്ല. ഈ ഉണ്ടായ സാഹചര്യം ഈ ഒരു സന്ദർഭത്തിലാണ്, ഹാത്തിബിന് അബി ബൽത എന്ന സഹാബിയുടെ വിഷയത്തിലാണ്. എന്നാൽ ഇതിന്റെ വിധി എല്ലാ കാലത്തും മുസ്ലിമീങ്ങളുടെ മേലെ പൊതുവായിട്ടുള്ള വിധിയുമാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ മുംതഹിനയിലെ തന്നെ 10ാമത്തെ ആയത്താണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയം, ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം അത് ആദ്യം പറയാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലെ മുശ്രിക്കീങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു സന്ധിയാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അവിടെ വെച്ച് അവർ അതിൽ സമ്മതിക്കാതിരിക്കുകയും ഹുദൈബിയയിൽ വെച്ച് തടയുകയും അങ്ങനെ ചില സംഭവ വികാസങ്ങളെല്ലാം നടന്ന് അവസാനം മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിൽ ഒരു കരാറിലെത്തി. കരാറിൽ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു കരാറായിരുന്നു യുദ്ധമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരാറാണ്. അതിൽ വെച്ച കരാറിൽ അവരെഴുതിയ ഒരു കാര്യമായിരുന്നു, ആരെങ്കിലും ഒരു മുസ്ലിം അവരെ ഈ മുശ്രിക്കീങ്ങൾ പിടികൂടിയ അല്ലെങ്കിൽ ആ മക്കയിൽ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞയക്കില്ല, മദീനയിലേക്ക് പറഞ്ഞയക്കില്ല. അതേസമയം മുശ്രിക്കീങ്ങളിൽ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് ഈമാനോടുകൂടി എവിടെ വന്നാൽ മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? തിരിച്ച് അങ്ങോട്ട് തന്നെ മക്കയിലേക്ക് തന്നെ പറഞ്ഞയക്കണം, മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞയക്കണം എന്നുള്ള കരാറുണ്ടായിരുന്നു. വേറെ കുറെ കാര്യങ്ങളുണ്ട്, ഈ ഒരു കരാറുണ്ടായിരുന്നു. അപ്പൊ ഈ കരാറിൽ പൊതുവായിട്ട് എന്താ പറഞ്ഞത്? മുശ്രിക്കീങ്ങളിൽ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് വന്നാൽ അവരെ തിരിച്ചങ്ങോട്ട് പറഞ്ഞയക്കണം, ഇവരിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് പോയാൽ തിരിച്ചിങ്ങോട്ട് എത്തിക്കില്ല എന്നതാണ് പൊതുവായിട്ടുള്ള ഉദ്ദേശം. അപ്പൊ ഈ ആയത്തിൽ പുരുഷന്മാരാരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തുമ്പോൾ അങ്ങേയറ്റം വേദനയോടുകൂടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കരാറ് പാലിക്കണമല്ലോ എന്ന നിലക്ക് അവരെ തിരിച്ച് മുശ്രിക്കീങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കുമായിരുന്നു. ഒരുപാട് പീഡനം സഹിക്കുന്നുണ്ടെങ്കിൽ കൂടി വിട്ടുകൊടുക്കുമായിരുന്നു. കാരണം ഈ കരാറുണ്ട് എന്നുള്ളത്. ഈ കരാറുകൊണ്ട് വേറെ കുറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പരസ്പരം യുദ്ധങ്ങളും കുഴപ്പങ്ങളും എല്ലാം നിലനിന്ന സമയത്ത് ഒരിക്കലും ഒരാൾക്ക് ഇസ്ലാം മനസ്സിലാക്കാനോ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. ഇസ്ലാം നമുക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് വിശ്വസിപ്പിക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അള്ളാഹിനെ കാണിച്ചു കൊടുത്തിട്ട്, സ്വർഗം കാണിച്ചു കൊടുത്തിട്ട്, നരകം കാണിച്ചു കൊടുത്തിട്ട് നമുക്കൊരാൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റൂല. ദീന് ഒരാൾ മനസ്സിലാക്കേണ്ട, ആലോചിച്ച് സ്വീകരിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. അതിനെന്ത് വേണം? അത് ചിന്തിക്കാനുള്ള ഒരു അവസരം വേണം. അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ടായിക്കോട്ടെ എന്ന നിലക്കാണ് ആ സന്ധി രേഖ എഴുതുന്നത്. അതുകൊണ്ടുണ്ടായ നേട്ടമാണ് പല ശ്രേഷ്ഠരായിട്ടുള്ള സ്വഹാബികളും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിനെ പോലെ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹുവിനെ പോലെ പല സ്വഹാബികളും ഇസ്ലാം സ്വീകരിക്കേണ്ടായ ഒരു കാലഘട്ടം ഹുദൈബിയയുടെ കാലഘട്ടമാണ്. പോട്ടെ. അപ്പൊ ഈ പൊതുവായിട്ട് പുരുഷന്മാർ വന്നാൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ചില സ്ത്രീകൾ എന്ത് വന്നു? ഇങ്ങനെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലെത്തി. അപ്പൊ ആ സമയത്ത് മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ഈ സ്ത്രീകളെ ഭർത്താക്കന്മാരുണ്ടാവും, ആളുകളുണ്ടാവും, അവരെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്മാരുടെ വിഷയത്തിലാണ് കരാർ എഴുതിയിട്ടുള്ളത്. പൊതുവായിട്ട് എഴുതിയിട്ടുള്ളതാണ്, സ്ത്രീ പുരുഷൻ പ്രത്യേകം എഴുതിയിട്ടില്ല. അതിൽ പുരുഷന്മാരുടെ വിഷയത്തിലാണ്, അത് സ്ത്രീകളുടെ വിഷയത്തിലല്ല എന്ന് നിലക്ക് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ സംസാരം ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ ആയത്ത് സൂറത്തുൽ മുംതഹിനയിലെ 10-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. അതിൽ ആശയം യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ, ഇതുപോലെ മക്കയിൽ നിന്നെല്ലാം ഹിജറ ചെയ്തുകൊണ്ട് സത്യവിശ്വാസിനിയായിട്ടുള്ള സ്ത്രീകൾ വന്നെത്തിയാൽ ഫംതഹിനൂഹുൻ, നിങ്ങൾ അവരെ പരീക്ഷിക്കണം. അഥവാ അവർ യഥാർത്ഥ സത്യവിശ്വാസികളാണോ എന്ന നിലക്ക് നിങ്ങൾ പരീക്ഷിക്കണം. അല്ലാഹു അഅലമു ബി ഈമാനിഹിൻ, അല്ലാഹുവിനറിയാം അവർ യഥാർത്ഥത്തിൽ സത്യമായിട്ടാണോ പറയുന്നത്, അല്ലാഹുവിനറിയാം. പക്ഷെ നിങ്ങൾ പരീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വന്നിട്ടുള്ള സ്ത്രീകളെ അവരിൽ നിന്ന് ബൈഅത്ത് വാങ്ങുമായിരുന്നു. അഥവാ ഭർത്താവിനോടുള്ള എന്തെങ്കിലും വിദ്വേഷം കൊണ്ടോ, വേറെ നാട്ടിൽ പോയി ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ, ഭൗതികമായിട്ടുള്ള വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ ഒന്നുമല്ല ഞാൻ ഈ മദീനയിൽ എത്തിയിട്ടുള്ളത്, ഇസ്ലാമിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന നിലക്ക് ബൈഅത്ത് വാങ്ങുമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫൈൻ അലിംതുമൂഹുൻ മുഅ്മിനാത്തിൻ ഫലാ തർജിഊഹുൻ, അവര് മുഅ്മിനത്തുകളാണ്, സത്യവിശ്വാസിനികളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? അവരെ തിരിച്ച് മുശ്രിക്കീങ്ങളിലേക്ക് വിട്ടുകൊടുക്കണ്ട. സ്ത്രീകളുടെ വിഷയത്തിൽ പ്രത്യേകം വന്നതാണ്, വിട്ടുകൊടുക്കണ്ട. തർജിഊഹുന്ന ഇലൽ കുഫാർ, കുഫാറുകളിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ലാ ഹുന്ന ഹില്ലുൻ ലഹും വലാ ഹും യഹില്ലൂന ലഹുൻ, ഈ സ്ത്രീകൾ അവർക്കും അനുവദനീയമല്ല, അവർ ഈ സ്ത്രീകൾക്കും അനുവദനീയമല്ല. അതായത് മുഅ്മിനായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം കാഫിറായ സ്ത്രീ അനുവദനീയമല്ല. അതുപോലെ തന്നെ തിരിച്ചും ഒരു സ്ത്രീ മുഅ്മിനാണെങ്കിൽ കാഫിറായ പുരുഷൻ അനുവദനീയം. ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവുണ്ട്, അവർ മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കുക, അതിൽ സ്ത്രീ കാഫിറത്തായി പോയി, അവിടെ വിവാഹബന്ധം പിന്നെ തൊലാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് പുരുഷൻ കാഫിറായി പോയി, അത് അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ഒരു കാഫിര്യങ്ങളാണ്, അതിൽ പുരുഷൻ ഇസ്ലാം സ്വീകരിച്ചു, ആ ഭാര്യ ഒഴിവാണ്. ഭാര്യ അവനെന്ത് ഒഴിവാണ്, അവന്റെ ബന്ധം ഒഴിവാണ്. ആരൊഴികെ? അഹ്ലി കിതാബിൽപ്പെട്ടവരൊഴികെ. ജൂതനസാറാക്കളായിട്ടുള്ള അഹ്ലി കിതാബുകാരെ വിവാഹം കഴിക്കാൻ അല്ലാഹു തആല അനുവാദം നൽകിയിട്ടുണ്ട് അതിന്റെ സാഹചര്യങ്ങളിൽ.
അപ്പോൾ അതൊഴികെയുള്ള മുശ്രിക്കത്തുകൾ വിവാഹബന്ധം അതോടുകൂടി മുറിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ആ കുഫാറുകൾക്ക് മുഅ്മിനത്തുകളായ സ്ത്രീകൾ അനുവദനീയമല്ല. ഈ മുഅ്മിനത്തുകളായ സ്ത്രീകൾക്ക് ആ കുഫാറുകൾ അനുവദനീയമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വആതൂഹും മാ അൻഫഖൂ. പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഈ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് അവർ നൽകിയിട്ടുള്ള മഹർ, വിവാഹ മൂല്യം, അത് അന്ന് രീതി ഉണ്ടായിരുന്നു. അന്ന് മുസ്ലിങ്ങൾക്കിടയിൽ വിവാഹത്തിന് സ്ത്രീകൾക്ക് മഹർ കൊടുക്കുക എന്നുള്ള രീതി ഉണ്ടായിരുന്നു. ആ ഭർത്താക്കന്മാർ ഈ സ്ത്രീകൾക്ക്, ഭാര്യമാർക്ക് നൽകിയിട്ടുള്ള വിവാഹ മൂല്യം അവരെന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. ഈ സ്ത്രീകളിൽ ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഭരണാധികാരി ബൈത്തുൽ മാലിൽ നിന്ന് ആ പണം ആ ഭർത്താക്കന്മാർക്ക് തിരിച്ചു കൊടുക്കണം. വലാ ജുനാഹ അലൈക്കും അൻ തൻകിഹൂഹുൻ. എന്നിട്ട് മുഅ്മിനീങ്ങളോട് പറയാണ്, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, അവർ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് അവർ വിവാഹം കഴിക്കാം. അതായത് ദീന് മാറുന്നതോടുകൂടി വിവാഹബന്ധം അവിടെ ഒഴിവായി. അവിടെ എന്ത് ആവശ്യമില്ല, പിന്നെ ഒരു തൊലാഖോ അതുപോലുള്ള കാര്യങ്ങൾ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. അതായത് മുശ്രിക്കായിട്ടുള്ള ഭർത്താവിന്റെ ഭാര്യ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇദാ ആതൈതുമൂഹുൻ ഉജൂറഹുൻ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവർക്കുള്ള മഹർ നിങ്ങൾ കൊടുക്കണം. അത് വിവാഹത്തിന്റെ സാധാരണഗതിയിലുള്ള മഹർ നിങ്ങൾ കൊടുക്കണം. വലാ തുംസികൂ ബിഇസ്മിൽ കവാഫിർ വസ്അലൂ മാ അൻഫഖ്തും വൽയസ്അലൂ മാ അൻഫഖൂ. അതുപോലെ തന്നെ പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാർ വലാ തുംസികൂ ബിഇസ്മിൽ കവാഫിർ, നിങ്ങളുടെ ഭാര്യമാരോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവര് കാഫിറത്തുകളായി പോവുകയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് ഭാര്യമാരെ വെക്കാനും പറ്റൂല. അവര് പിന്നെ നിങ്ങളെ ഭാര്യമാരല്ല, അവരെ നിങ്ങൾ ഒഴിവാക്കണം. ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചേക്കാൻ പറ്റൂല, അവർ നിങ്ങൾ വിവാഹത്തിൽ നിന്ന് ഒഴിവാകും. വസ്അലൂ മാ അൻഫഖ്തും വൽയസ്അലൂ മാ അൻഫഖൂ. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇപ്പോ ഒരു മദീനത്ത് ഒരു മുസ്ലിം ഉണ്ട്, ആ മുസ്ലിമിന്റെ ഭാര്യ മുശ്രിക്കത്തായി പോയി. അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവരെ പിന്നെ ഇതിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് പിടിച്ചേക്കണ്ട, അവരെ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതേപോലെ തന്നെ തിരിച്ച് അവരുടെ ഭാര്യമാരും ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവര് നൽകിയിട്ടുള്ള മഹർ, ഇപ്പൊ മുസ്ലിം നൽകിയിട്ടുള്ള മഹർ ആ പെണ്ണ് കാഫിറത്തായി പോവാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ മുശ്രിക്ക് നൽകിയിട്ടുള്ള മഹർ ആ പെണ്ണ് ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ തിരിച്ച് ആ മഹർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കണം. അത് അവരുടെ അവകാശമാണ്. ദാലികും ഹുക്മുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വിധിയാണ്. യഹ്കുമു ബൈനകും, നിങ്ങളുടെ ഇടയിൽ അല്ലാഹു ഇതാ വിധിക്കുന്നു. വല്ലാഹു അലീമുൻ ഹക്കീം, അല്ലാഹു എല്ലാം അറിയുന്നവനും ഹിക്മത്തുള്ളവനുമാണ് എന്ന് അല്ലാഹു തആല പറയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ സ്ത്രീകൾ ഹിജ്റ ചെയ്തു വന്നാൽ എന്താണ് അവരുടെ വിധി എന്നുള്ള വിഷയത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ആയത്ത് സൂറത്തുൽ മുംതഹിനയിലെ തന്നെ 13ാമത്തെ ആയത്താണ്. ഇതും ഒന്നാമത്തെ ആയത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ സൂറത്തുൽ മുംതഹിനയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലാഉ ബറാഅ് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ്. അത് എത്ര വേണം, എങ്ങനെ വേണം, ഏതിൽ പറ്റില്ല, ഏതിൽ പറ്റും എന്നെല്ലാം അതിന്റെ ആയത്തുകളിൽ വരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാതൃക പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരു തരത്തിൽ ഉപദ്രവിക്കാത്ത ആളുകളുമായിട്ട് നല്ല ബന്ധം നിങ്ങൾക്ക് വെച്ച് പുലർത്താന്ന് പറയുന്നുണ്ട്. ചില ആൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. വലാഉ ബറാഅ് പറഞ്ഞാൽ ഫുള്ള് പിന്നെ ഒരു അകൽച്ച വെക്കലാണെന്ന് അല്ല, ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യാത്ത ആളുകളുമായിട്ട് നല്ല രീതിയിൽ ബന്ധം വെക്കാം എന്നും സൂറത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുംതഹിനയിൽ തന്നെ 13ാമത്തെ ആയത്തിൽ ഇതേ വിഷയം തന്നെയാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, അള്ളാഹു കോപിച്ചിട്ടുള്ള ഒരു സമൂഹവുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്നേഹബന്ധം വെക്കരുത്. ഇവിടെ ചില മുഫസ്സിരീങ്ങൾ ഗളിബല്ലാഹു അലൈഹിം എന്ന് ഉദ്ദേശിച്ചത് ജൂതന്മാർ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൊതുവെ എല്ലാ കാഫിറുകൾക്കുമുള്ള ഉദ്ദേശമാണ് എന്ന്. എന്തായാലും അവരുമായിട്ട് ഉറ്റ സ്നേഹബന്ധം, മൈത്രി ബന്ധം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് പറയാണ് ഖദ് യഇസൂ മിനൽ ആഖിറ, അവർ പരലോകത്തിന്റെ വിഷയത്തിൽ നിരാശരാണ്. കാരണം ജൂതന്മാർക്ക് പരലോക വിശ്വാസമുള്ള ആളുകളാണ്, ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ള വിശ്വാസമുള്ള ആളുകളാണ്. പക്ഷെ അവരിൽ അറിവുള്ളവർക്കറിയാം അവർ കൊണ്ടു നടന്നിട്ടുള്ള പിഴച്ച വിശ്വാസവും വാദവും കാരണത്താൽ പരലോകത്ത് അവർക്ക് നഷ്ടമാണ് എന്ന് നല്ല ബോധമുണ്ട്. ഖുർആനിൽ വേറെ പല ആയത്തുകളിലും പിന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നൗൽ മൗത്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കറിയാം അവരുടെ പരലോകം പോയിട്ടുണ്ട്. അല്ലാഹു പറയാണ് പരലോകത്തിന്റെ വിഷയത്തിൽ അവർ രക്ഷപ്പെടുന്നില്ലെങ്കിൽ അവർ നിരാശയായിട്ടുണ്ട്. ഏതുപോലെ? കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ, ഈ നിഷേധികൾ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ ഇനി അവർക്ക് തിരിച്ചു കിട്ടൂല എന്നുള്ള വിഷയത്തിൽ എങ്ങനെ നിരാശയുണ്ടോ അതുപോലെ പരലോകത്തിൽ രക്ഷയില്ല എന്നുള്ള വിഷയത്തിൽ അവർ നിരാശരാണ് എന്നൊരു തഫ്സീർ. രണ്ടാമത്തേത്, മരിച്ചുപോയ ആളുകൾ, കുഫാറുകൾ മരിച്ചുപോയിട്ട് ഖബറിൽ അവർക്ക് പരലോകത്തൊന്നും പ്രതീക്ഷിക്കാനില്ല.
അതേപോലെ അവർ ആ പരലോകത്തിൽ നിരാശരായ പോലെ ജീവിക്കുന്ന ആളുകളും നിരാശരാണ്, അഥവാ പരലോകത്തിൽ രക്ഷയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുമായിട്ട്, പ്രത്യേകിച്ച് ഇതിൽ ജൂതന്മാരെയാണ് ഉദ്ദേശം, യഹൂദികളെയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ഉറ്റബന്ധം വെക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അടുത്ത ആയത്ത് സൂറത്തു സ്വഫിലെ 2-ാമത്തെ ആയത്താണ്. സൂറത്തു സ്വഫിലെ 2-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നത്? നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത് എന്ന് അല്ലാഹു തആല പറയാം. ഈ ആയത്ത് ഇറങ്ങുന്ന സാഹചര്യം, ഉഹദ് യുദ്ധത്തിന്റെ മുൻപ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യുദ്ധം ചെയ്യാൻ അവസരം തന്നിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം കൊണ്ട് യുദ്ധം ചെയ്യുമായിരുന്നു, ഞങ്ങൾ എല്ലാ രീതിയിലും അതിന് മുന്നിറങ്ങുമായിരുന്നു എന്നെല്ലാം പറഞ്ഞിരുന്ന ആളുകളുണ്ടായിരുന്നു, സ്വാഭാവികമായിട്ടും പറഞ്ഞിരുന്നു. അങ്ങനെ യുദ്ധത്തിന് വേണ്ടിയുള്ള കൽപ്പന വന്നപ്പോൾ ചില ഭയം കാരണത്താൽ, അല്ലെങ്കിൽ ചില നിഫാഖിന്റെ ആളുകൾ പിന്നെ നിഫാഖ് കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പേടി ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിട്ട് അതിന് തയ്യാറാവാതെ ആയിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അവരങ്ങനെ ചെയ്യാതെ പിൻവാങ്ങിയപ്പോൾ ആ വിഷയത്തിലാണ് ഈ ആയത്ത് വന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനാ നിങ്ങൾ പറയാൻ നിൽക്കുന്നത്? ഇതാണ് ആയത്തിന്റെ സന്ദർഭം. അതല്ലാതെ പൊതുവായ നിലക്കും ഇപ്പൊ ഖൈറുകൾ, ഒരുപാട് ഖൈറുകളെ പറ്റി പറയുന്നു, അതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നു, പക്ഷെ അതൊന്നും ചെയ്യാൻ തയ്യാറല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഷർറുകളെ കുറിച്ച് വിരോധിക്കുന്നു, താക്കീത് ചെയ്യുന്നു, എന്നാൽ അതെല്ലാം ജീവിതത്തിൽ പകർത്തുന്ന അവസ്ഥ, അങ്ങനെ എതിരായി നിൽക്കുന്ന അവസ്ഥ. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? തൊട്ടടുത്ത ആയത്തിൽ അതിന്റെ ബാക്കിയുണ്ട്. ബാക്കി എന്താ അല്ലാഹു തആല പറഞ്ഞത്? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കോപമുണ്ടാക്കുന്നുണ്ട് എന്ന് പറയാണ്. ഇവിടെ ഈ ആയത്ത് ഈ ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത് എങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ അർത്ഥം ഒരിക്കലും നന്മ കൽപ്പിക്കുന്നിടത്തും തിന്മ വിരോധിക്കുന്നിടത്തും എന്ത് ചെയ്യാൻ പാടില്ല, ഒരാൾ പിന്നെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുന്ന ആള് ആ തിന്മയെ വിരോധിക്കാൻ പാടില്ല, അതിലെന്തെങ്കിലും ചെയ്യാത്ത ഒരാൾ ആ നന്മയെ പറ്റി പറയാൻ പാടില്ല എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഒരാൾ നന്മ കൽപ്പിക്കാനുണ്ടാവില്ല, ഒരാൾ തിന്മ വിരോധിക്കാനുണ്ടാവില്ല. അതായത് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം എന്നുള്ളത് നമ്മുടെ മേലെ ബാധ്യതയാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ ബാധ്യതയാണ്. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ രണ്ടും ഉണ്ടാവുന്നില്ല. അപ്പോ രണ്ടും കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. പക്ഷേ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അബദ്ധം സംഭവിക്കുന്നുണ്ട് നിലക്ക് ഞാനൊന്നും പറയില്ല, ഞാനൊരു നന്മയും കൽപ്പിക്കില്ല, ഞാനൊരു തിന്മയും വിരോധിക്കില്ല എന്ന് ചില ആളുകൾ പറഞ്ഞ് പിൻവാങ്ങി പോകാറുണ്ട്. സൽഫുകൾ തന്നെ ഈ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ബൈത്ത് കാണാം. ഇതേ ആശയത്തിലൊരു ബൈത്താണ്, ഇദാ ലം യഅ്ലിന്നാസ മൻ ഹുവ മുദ്നിബുൻ ഫമൻ യഅ്ലുൽ ആസീന ബഅദ മുഹമ്മദിൻ. പാപം ചെയ്യുന്ന ഒരാള് ജനങ്ങളെ ഉപദേശിച്ചിട്ടില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പാപികളെ ഉപദേശിക്കാൻ ആരാണ് ഉണ്ടാവുക? കാരണം മാസൂമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുകയും പാപം സംഭവിച്ചു പോയാൽ തൗബ ചെയ്യുകയും കുറവുകൾ നികത്തുകയും അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടുവന്ന് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണ് വേണ്ടത്. ഇതിന്റെ അർത്ഥം ഒരിക്കലും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഒഴിവാക്കണം എന്നല്ല. ചില ആളുകൾ ഈ ഫിത്നയിൽ, ഇപ്പോ ഇബ്നു ജൗസി തൽബീസ് ഇബ്ലീസ് എന്നുള്ള കിതാബില് ദാഇമാർക്ക് ദീന് പ്രബോധനം ചെയ്യുന്ന അല്ലെങ്കിൽ ഉലമാക്കൾക്ക് പറ്റുന്ന ഒരു അബദ്ധം, ശൈത്താൻ അവരെ തൽബീസാക്കുന്ന ഒരു കാര്യം പറഞ്ഞതാണ്. നല്ല ഇൽമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഈ ഒരു കാര്യം പേടിച്ചിട്ട് ഒന്നും ചെയ്യാതെ നന്മ കൽപ്പിക്കുന്നോ തിന്മ വിരോധിക്കുന്നോ ഒന്നും ചെയ്യാത്ത ആളായി മാറുന്ന അവസ്ഥ ഉണ്ടാവും. യഥാർത്ഥത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് അയാൾക്കത് ജീവിതത്തിൽ പകർത്താനുള്ള പ്രേരണയാണ്. ഒരാൾക്ക് കഴിയൂല. ഒരാൾക്ക് ഇപ്പോ പിന്നെ ജനങ്ങളോട് ഉപദേശിക്കുന്ന ഒരാള് അയാളിങ്ങനെ പറയാണ്, നിങ്ങൾ പിന്നെ നിസ്കരിക്കണം, നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കണം, ഇന്നത് ഒഴിവാക്കണം, ഇന്നത് ചെയ്യണമെന്ന് പറയാണ്. പിന്നെ അയാൾക്ക് ഇത് പറഞ്ഞുകൊണ്ട് അയാൾക്കത് ചെയ്യാതെ ഒരാളിങ്ങനെ പറയാം, നിസ്കാരത്തിന് പറഞ്ഞ ജമാഅത്ത് നിസ്കരിക്കും, അയാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ അയാൾക്ക് പറ്റുമോ? പറ്റൂല, അയാൾക്ക് സാധിക്കൂല. അപ്പൊ ചില ആളുകൾ, ഇപ്പൊ ദീന് പഠിച്ച ആളുകൾ തന്നെ പിന്നെ ദഅവത്തിന്റെ മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതുപോലെ ഉപദേശിക്കുന്ന മാറി നിൽക്കാൻ ഈ ഒരു കാരണം പറയാറുണ്ട്. അതിന്റെ അനന്തരഫലം എന്താ ഉണ്ടാവുക? അവർക്ക് നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കലും ഇല്ല. അപ്പൊ പിന്നെ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ യഥേഷ്ടമായി ചെയ്യാവുന്ന ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന അവസ്ഥയിൽ വലിയ അപകടത്തിലേക്കാണ് പിന്നീട് എത്തുക. അപ്പൊ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുകയും എന്നാൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കലും തുടർന്നുകൊണ്ടേയിരിക്കലുമാണ് ഒരാൾ ചെയ്യേണ്ടത്. അതാണ്. അല്ലാതെ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം ഈ ആയത്ത് വിചാരിച്ചിട്ട്
പൂർണ്ണമായി അതിനെ ഒഴിവാക്കുന്ന ചില ആളുകളെ കാണാം. അതല്ല ഇതിന്റെ ഉദ്ദേശം. മുൻഗാമികളെല്ലാം ഈ ആയത്തിനെ പറഞ്ഞുകൊണ്ടും അതുപോലെ മറ്റു പല കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടും അതിനെ വിശദീകരിച്ചത് കാണാം. അത് പിശാചിന്റെ തന്ത്രമാണ് എന്ന നിലക്ക്. അടുത്ത ആയത്ത് സൂറത്തു സഫിലെ തന്നെ 10-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഒരു കച്ചവടത്തെ സംബന്ധിച്ച്, വേദനയേറിയിട്ടുള്ള ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ. അതായത് തിജാറത്തും അള്ളാഹ്, അള്ളാഹുവിനോട് ഒപ്പമുള്ള കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു തന്നെ ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ ഈ ഒരു കച്ചവടത്തെ പറ്റി എടുത്തു പറയുന്നുണ്ട്. എന്താണ് ഈ കച്ചവടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം കൊടുത്ത് മറ്റൊന്ന് വാങ്ങുക എന്നുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് വാങ്ങുന്നത് അവരുടെ സ്വന്തം ശരീരവും അവരുടെ സമ്പത്തും അവരുടെ കർമ്മങ്ങളൊക്കെയാണ്. പകരം അള്ളാഹു തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് അള്ളാഹു വെച്ചിട്ടുള്ള ചരക്ക് അത് സ്വർഗമാണ്. അലാ ഇന്ന സിൽഅത്തുല്ലാഹി ഗാലിയ അലാ ഇന്ന സിൽഅത്തുല്ലാഹിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ ചരക്ക് വില കൂടിയതാണ്, അത് സ്വർഗമാണ് എന്നുള്ളത്. അപ്പോ അള്ളാഹു തആല ഈ സ്വർഗം പകരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഅ്മിനീങ്ങളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേപോലെ ഈ ആയത്തിൽ പറയുന്നതാണ്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം. അതെന്താണ്? തൊട്ടടുത്ത ആയത്തിൽ പറയാണ്. അതിൽ ഒന്നാമത്തേത് തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനും റസൂലിലും വിശ്വസിക്കലാണ്. അള്ളാഹുവിനും റസൂലിലും നിങ്ങൾ വിശ്വസിക്കലാണ്. രണ്ടാമത്തേത് തുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സ്വന്തം ശരീരം കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അള്ളാഹുവിന്റെ ചരക്ക് കിട്ടണോ, നമ്മുടേതായി നമ്മൾ കരുതുന്നത് നമ്മൾ ത്യജിക്കുക തന്നെ വേണം. ഇപ്പൊ ആലോചിച്ച് നോക്കിയും അള്ളാഹിന്റെ മാർഗം ജിഹാദിന് പോകുമ്പോൾ, ഒരാൾ യുദ്ധത്തിന് പോകുമ്പോൾ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കച്ചവടമൊക്കെ വിട്ടിട്ട് ഒരാൾ ജിഹാദ്, നമ്മളൊന്ന് ആലോചിച്ച് ഇന്നിപ്പോ ജിഹാദിന്റെ ഒരു അവസ്ഥ വരികയാണ്. അള്ളാഹുവിന്റെ റസൂല് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജിഹാദിന്റെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ആവേശത്തിൽ നമുക്ക് എന്തും പറയാം. നമ്മുടെ ഭാര്യയും മക്കളും കുടുംബവും കച്ചവടമൊക്കെ വിട്ടിട്ട് ഇനി തിരിച്ചു വരുമോ ഇല്ലേന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത നിലക്ക് ഉള്ള സമ്പത്തൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ വാഹനം ഇതൊക്കെ ഒരുക്കിയിട്ട് നമ്മൾ പുറപ്പെടുക, ഒരു യുദ്ധത്തിന്റെ ഒരു യുദ്ധ സൈന്യത്തിലേക്ക് പുറപ്പെടുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പറയും പിന്നെ സാഹിബ് അങ്ങനെ ചെയ്തു, അപ്പൊ അങ്ങനെ ചെയ്യാം, അപ്പൊ അങ്ങനെ ചെയ്യാം, പറയാൻ എളുപ്പമാണ്. ഇത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വഹാബിയുടെ പേര് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഓർമ്മ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിനൊക്കെ ശേഷം ഹുദൈഫ റളിയല്ലാഹു അൻഹു താബീങ്ങളും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താബീങ്ങളിൽ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഒപ്പായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു ഒക്കെ ഓരോന്നും ഇങ്ങനെ പറയാം. നമുക്ക് ചില ആളുകൾ പറയുന്ന പോലെ അങ്ങനെ പറയാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പറ്റൂല, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറഞ്ഞു കൊടുക്കുക റസൂലുള്ളാഹിന്റെ കാലത്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്ത്, അഹ്സാബ് യുദ്ധം നമ്മൾ 1-2 ആയത്തുകൾ സൂചിപ്പിച്ചു. ഖന്തക്ക് ഇവിടെ കുഴിച്ചിട്ടുണ്ട്, അപ്പുറത്ത് അബൂ സുഫിയാനും മുശ്രിക്കുകളും കുഫാറുകളും വലിയൊരു സംഘം അപ്പുറത്തുണ്ട്, മുഅ്മിനീങ്ങൾ ഇപ്പുറത്ത് പട്ടിണിയാണ്, ഖന്തക്കും കുഴിച്ചിട്ടിരിക്കുകയാണ്. പോരാത്തതിന് ഭയങ്കര തണുപ്പുള്ള സമയമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു സഹാബികൾക്ക് ഇരിക്കേണ്ട. അപ്പൊ റസൂൽ അങ്ങനെ ചോദിച്ചു, ആരാണ് ആ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പോയിട്ട് അവരുടെ തീരുമാനങ്ങൾ രഹസ്യമായി അന്വേഷിച്ച് എന്റെ അടുത്തേക്ക് വരിക, ആരാണ് എന്ന് ചോദിച്ചു. ആരൊന്നും മിണ്ടിയില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഒരാളൊന്നും പറഞ്ഞില്ല. വീണ്ടും റസൂൽ ചോദിച്ചു, ആരാണ് കൊണ്ടുവരിക? ആരും ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചിട്ട് ആരും ഒന്നും മിണ്ടിയില്ല. കാരണം ആ തണുപ്പത്ത് അവർക്ക് നല്ലൊരു വസ്ത്രം ഇല്ലാതിരിക്കാൻ അപ്പുറത്തേക്ക് പോയി, അത് ശത്രുക്കളുടെ ഉള്ളിൽ പോയിട്ട് അവരെ കൂട്ടത്തിൽ പോയിട്ട് രഹസ്യമായി നിന്നിട്ട് അന്വേഷിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വരണം. അപ്പൊ അതിനാരും തയ്യാറാവുന്നില്ല, ആർക്കും ധൈര്യം കിട്ടുന്നില്ല, ആർക്കും പറ്റുന്നില്ല. അവരങ്ങനെ നിൽക്കുക. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫ, എന്റെ പേര് ഓർമ്മ അങ്ങനെ ഹുദൈഫത്തുബ്നു യമാൻ അല്ല, വേറൊരു സഹാബിയാണ് എന്നെ ഓർമ്മ, പേരിഞ്ഞ് മാറിയിട്ടുണ്ടെങ്കിലും ഈ സഹാബിയെ വിളിച്ചു പറഞ്ഞു, ഹുദൈഫ നീ പോയിട്ട് അത് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയല്ല. അപ്പോൾ സഹാബി എണീറ്റു. ആ സഹാബി പറയാണ്, ഞാൻ എണീറ്റ് പോയി, അവിടെ പോയിട്ടുണ്ടായ കുറെ സംഭവങ്ങളുണ്ട് ചരിത്രത്തില്. അബൂ സുഫിയാന്റെ അടുത്ത് പോയിരുന്നതും മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിൽ എടുത്തു പോയിട്ട് ഒപ്പം അവര് കുറച്ച് സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സഹാബി പറയാണ്, ഞാൻ അവിടെ പോയി തിരിച്ചു വരുന്നത് വരെ എന്റെ ചുറ്റും
ഒരു ചൂടുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്, ആ തണുപ്പ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് സഹാബി പറയുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത്, ഈ സഹാബി ആ ബാക്കിയുള്ള താബിയങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ കൊതിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അത്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ എന്തും ചെയ്യായിരുന്നു പറയുമ്പോൾ ഞങ്ങൾക്ക് സഹാബികൾ പറയാം ഞങ്ങൾക്കത് എപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് പറയാൻ. അപ്പോ വലിയൊരു വിഷയമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വത്തും സമ്പത്തും കൊണ്ട് ജിഹാദ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വിഷയമല്ല, അതൊരു വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് അത്രയും ശ്രേഷ്ഠത ദീനിൽ അതിന് വെച്ചിട്ടുള്ളത്. പറഞ്ഞു അള്ളാഹുലും റസൂലുള്ള ഈമാൻ സ്വന്തം സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യാൻ. എന്നിട്ട് പറഞ്ഞു ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അതിന്റെ പ്രതിഫലം കൂടി പറയാം. വേദനയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷ എന്ന് പറഞ്ഞു, അതുപോലെ പ്രതിഫലം പറയാണ് യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു നൽകും. മനുഷ്യ സഹജമായിട്ടുള്ള പാപങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് പുറത്തു നൽകപ്പെടും. വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കും. വമസാകിന ത്വയ്യിബതൻ, വിശിഷ്ടമായ ഭവനങ്ങളുണ്ട് അവിടെ. ഫി ജന്നാത്തി അദ്ൻ, അദ്ൻ എന്ന സ്വർഗത്തിൽ. ദാലിക്കൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായിട്ടുള്ള വിജയം. പരലോകത്ത് വിജയം ഉണ്ടാവും. അത് മാത്രമല്ല അള്ളാഹ് അതിന് ശേഷമുള്ള ആയത്തിൽ ദുനിയാവിലുണ്ടാവും ഉഖ്റാ തുഹിബ്ബൂനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണ്? നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ്, അള്ളാഹു എന്നുള്ള സഹായം ഉണ്ടാവും, ഇതാ അടുത്ത് തന്നെ നിങ്ങൾക്ക് വലിയൊരു വിജയം ഉണ്ടാകും. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഇതാ സന്തോഷ വാർത്ത എന്നറിയിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ജിഹാദിനുള്ള സന്ദർഭമോ ഒന്നുമില്ല, പക്ഷെ നമുക്ക് അള്ളാഹുലും റസൂലുള്ള ഈമാൻ അത് യഥാർത്ഥ രൂപത്തിൽ തെളിയിക്കാൻ പറ്റും. ജിഹാദ് എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ടുള്ള പരിധിയിൽ നിന്നുകൊണ്ടുള്ളത്, അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ ജിഹാദാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യൽ ജിഹാദാണ്, സ്വന്തം ഇച്ഛകളെ പാപങ്ങൾ ഒഴിവാക്കൽ ജിഹാദാണ്, ദഅവത്ത് ജിഹാദാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ മരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ആളുകൾ ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ രീതിയിൽ മരിക്കുന്നുണ്ട്, പല രീതിയിൽ ആളുകൾ മരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും മരണപ്പെടും, എന്തായാലും മരണപ്പെടും. അപ്പൊ അള്ളാഹ് ഈ വാഗ്ദാനം ചെയ്ത ഈ സ്വർഗം വിട്ടിട്ട് മരണപ്പെടുന്ന കാര്യം ഇടയ്ക്കൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം വയനാട് ഉരുൾപൊട്ടലുണ്ടായ ഒരു സംഭവത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അവിടെ രാത്രി അവിടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകൾ, നമ്മുടെ പ്രായമുള്ള ആളുകളുണ്ട്, യുവാക്കളുണ്ട്, പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. പല സ്വപ്നത്തിൽ കിടന്നുറങ്ങിയവരുണ്ടാകും. നാളെ എഴുന്നേറ്റ് പലതും ചെയ്യണം തീരുമാനിച്ചുറങ്ങിയവരുണ്ടാകും. മൊബൈലിൽ അവസാനമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി മെസ്സേജ് അയച്ച് സോഷ്യൽ മീഡിയയിൽ കൂട്ടുകാരുമായി സംസാരിച്ചവരുണ്ടാകും. ചിലപ്പോൾ പാപങ്ങൾ ചെയ്ത് കടന്നുറങ്ങിയവരുണ്ടാകും, അല്ലെങ്കിൽ രാത്രിയുടെ ഇരുട്ടിൽ പാപങ്ങൾ മുഴുകിയവരുണ്ടാകും, അല്ലെങ്കിൽ രാത്രിയുടെ ഇരുട്ടിൽ അള്ളാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിച്ചിരുന്നവരുണ്ടാകും, രാത്രിയുടെ ഇരുട്ടിൽ ഖുർആൻ ഓതിയവരുണ്ടാകും, അഥവാ എഴുന്നേറ്റ് ഖുർആൻ ഓതിയവരുണ്ടാകാം. പല രീതിയിൽ ആളുകളുണ്ടാവും. പിറ്റേന്ന് രാവിലെ ആവുമ്പോഴേക്കും ഒരാളുടെ ഉടലൊരു സ്ഥലത്തും കയ്യും കാലും വേറെ സ്ഥലത്തും, ശരീരം ഓരോ നാട്ടിൽ വേറെ വേറെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളൊന്ന് കടന്നുറങ്ങുമ്പോ ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പുണ്ടോ? ഇല്ല. ഈ ഭൂമിയൊന്നും പിടിച്ച് കുലുക്കാൻ അള്ളാഹ്ക്ക് ഒന്ന് കുലുങ്ങാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. എന്താവും? അതുപോലെ തന്നെ രാത്രി ഉറങ്ങിയ പോലെ രാവിലെ എഴുന്നേൽക്കുക. അപ്പൊ എന്തായാലും നമ്മൾ മരിക്കും, അതിലൊരു സംശയമില്ല. പിന്നെ അള്ളാഹിനനുസരിച്ച് മരിക്കണമെന്നതാ, അള്ളാഹുവിനെ ധിക്കരിച്ച്. നിങ്ങൾ ആലോചിക്കും, ആ രാത്രിയിൽ ഒരു ഹറാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും അള്ളാഹിനെ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളും രണ്ടുപേരും മരണപ്പെട്ടു വിചാരിക്കുക, എന്താ അവസ്ഥ? അപ്പൊ അത്രയേ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും എത്താവുന്ന മരണം നമുക്ക് വന്നെത്തുന്നതിന് മുമ്പ് അള്ളാഹുവിനെ അനുസരിക്കുന്ന അവസ്ഥയിലായി ജീവിക്കുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടവുമില്ല, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, ദുനിയാവിലൊന്നും നഷ്ടപ്പെടാനില്ല. പരലോകത്തിലാണെങ്കിലോ ഏറ്റവും നല്ല കാര്യങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കച്ചവടം, അതായത് നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും അതെല്ലാം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച് അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഈ സ്വർഗം പകരം വാങ്ങുന്ന ഈ കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളിൽ അടുത്ത ആയത്ത് സൂറത്തു സഫിലെ 14-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു കൂനൂ അൻസാറല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, കൂനൂ അൻസാറല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാവുക. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്തുക, ഈമാൻ ഉണ്ടാവുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും എല്ലാം
അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്തുക, അത് ദഅവത്ത് ചെയ്യുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള മുഅ്മിനീങ്ങൾ അഥവാ സഹാബികൾ അഥവാ എല്ലാവർക്കും ബാധകമായിട്ട് പൊതുവായിട്ട് അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു പറയുമ്പോൾ അതിനുശേഷം അല്ലാഹു തആല മുൻപ് കഴിഞ്ഞു പോയ നബിമാർക്ക് ഇതുപോലെ സഹായികളായ ആളുകൾ ഉണ്ടായിരുന്നതിനെ പറ്റി പറയാണ് കൂനു അൻസാർ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീൻ മൻ അൻസാരി ഇലല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം ഹവാരിയീങ്ങളോട്, ഹവാരിയീങ്ങൾ എന്ന് പറഞ്ഞാൽ സഹാബികൾ എന്നുള്ള അർത്ഥത്തിൽ ഈസാ നബി അലൈഹിസ്സലാം ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ, ആദ്യകാലത്ത് ഈസാ നബിയിൽ വിശ്വസിച്ച ആളുകൾ, അത് 12 പേരാണ് എന്നെല്ലാം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി കാണാം. 12 ആളുകളായിരുന്നു. പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവരും അവരായിരുന്നു ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരും. അപ്പൊ അവരോട് ഈസാ നബി അലൈഹി ഇസ്ലാം ചോദിക്കുകയുണ്ടായി, ആരാണ് മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് എന്നെ സഹായിക്കാനുള്ളത് ആരാണ്, അഥവാ അള്ളാഹുവിന്റെ ഈ ദീനിനെ വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചു. ഖാലൽ ഹവാരിയൂൻ, അപ്പോൾ ഹവാരിയീങ്ങൾ പറഞ്ഞു നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങളിതാ അള്ളാഹുവിന്റെ സഹായികളാണ് എന്ന്, അള്ളാഹുവിന്റെ സഹായികളാണെന്ന് അൻസാരികൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമുള്ള സഹാബികളെ പറ്റിയിട്ടും അവർ അള്ളാഹുവിനെ സഹായിക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹശ്റിലെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന വയൻസുറൂന അല്ലാഹ വറസൂലഹു. മുഹാജിരീങ്ങളെ പറ്റി പറഞ്ഞിട്ട് പറയാണ് അള്ളാഹുവിനെയും റസൂലിനെയും സഹായിച്ചവരാണ് അവർ. അപ്പൊ ഈ ദീന് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഇതോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹവാരിയങ്ങളോട് ഈസാ നബി അലൈഹി ഇസ്ലാം ഇത് ചോദിച്ചപ്പോൾ ആ ഹവാരിയങ്ങൾ പറഞ്ഞ മറുപടി ഞങ്ങളുണ്ട്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളായിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു തആല പറയാണ് ഫആമന ത്വാഇഫത്തും മിൻ ബനി ഇസ്രായീൽ വകഫറ ത്വാഇഫ. അങ്ങനെ ഹവാരിയങ്ങൾ ഇത് പറഞ്ഞപ്പോൾ, അവരാ ദീന് കൊണ്ടു നടന്നപ്പോൾ, ആ ദീൻ എത്തിച്ചു കൊടുത്തപ്പോൾ ബനു ഇസ്രായേലുകളിൽ ഒരു വിഭാഗം ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചു. എന്നാൽ മറ്റൊരു വിഭാഗം അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ നിഷേധിക്കുകയും ചെയ്തു. ഏത് കാലത്തെയും പോലെ, ഏത് കാലഘട്ടത്തിലും ഹക്കുമായിട്ട് നബിമാർ വന്ന സമയത്ത് ആ നബിമാരെ അംഗീകരിച്ച വിശ്വസിച്ച ആളുകളും ഉണ്ടായിട്ടുണ്ട്, എതിർത്തുന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ തമ്മിലുള്ള ആ അകൽച്ചയും എല്ലാം ഉണ്ടായപ്പോൾ തന്നെ അള്ളാഹു തആല പറയാണ് ഫഅയ്യദ്ന അല്ലദീന ആമനു അലാ അദുവ്വിഹിം, നാം എന്തു ചെയ്തു, വിശ്വസിച്ച ആളുകളെ ശത്രുക്കൾക്കെതിരായി കൊണ്ട് നാം പിന്താങ്ങി, നാം സഹായിച്ചു, നാം സപ്പോർട്ട് ചെയ്തു എന്ന് എന്നിട്ട് പറയാണ് ഫഅസ്ബഹു ളാഹിരീൻ. അങ്ങനെ ആ വിശ്വസിച്ച ആളുകൾ അവർ വിജയിക്കുന്ന ആളുകളായി മാറുകയുണ്ടായി. അപ്പൊ ആദ്യം യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമുള്ള സ്വഹാബികളോടും നമ്മളോട് ഓരോരുത്തരോടും അല്ലാഹു തആല ഈസാ നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം ഉണ്ടായിരുന്ന ഹവാരിയങ്ങൾ എങ്ങനെയാണോ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സഹായിക്കാനും ഈ ദീന് നിലനിർത്താനും ഒപ്പമുണ്ടായത്, അതുപോലെ നിങ്ങളുമാകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദീനിനെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഈ അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ള പദം കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത്. അടുത്ത ആയത്ത് സൂറത്തുൽ ജുമുഅയിലെ 9-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിലേക്ക്, ജുമുഅ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ആ നിസ്കാരത്തിലേക്ക് നിങ്ങൾ എത്തുക. അള്ളാഹുവിന്റെ സ്മരണ എന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം എന്നുള്ളത്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവട ഇടപാടുകൾ നിങ്ങൾ ഒഴിവാക്കണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വേണ്ടി പ്രത്യേകം സംരക്ഷിച്ചെടുത്ത് വെച്ച ദിവസമാണ് യൗമുൽ ജുമുഅ എന്നുള്ളത്. അതായത് ചില ഹദീസുകൾ കാണാം, ജൂതന്മാർക്ക് അതിനുശേഷമുള്ള യൗമുസ് സബ്ത് ശനിയാഴ്ച ദിവസം നൽകി, നസാറാക്കൾക്ക് അതിനുശേഷമുള്ള യൗമുൽ അഹദ് ഞായറാഴ്ച ദിവസം നൽകി, അതിനു മുമ്പുള്ള ഈ യൗമുൽ ജുമുഅ ഇവർക്കെല്ലാം ശേഷം വന്ന ഈ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു തആല മാറ്റിവെച്ചതായിരുന്നു.
അതുകൊണ്ട് തന്നെ യൗമുൽ ജുമുഅ മുസ്ലിമീങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ജൂത നസാറാക്കളിൽപ്പെട്ട പുരോഹിതന്മാർക്ക് മുസ്ലിമീങ്ങളോട് അസൂയുണ്ട്. കാരണം യൗമുൽ ജുമുഅയുടെ ഫദ്ല് അവർക്കറിയാം. യൗമുൽ ജുമുഅയുടെ ശ്രേഷ്ഠത മാത്രം ക്രോഡീകരിച്ച പല ഭാഗങ്ങളുമുണ്ട്. 33ഓളം ശ്രേഷ്ഠതകൾ സാദുൽ മആദിൽ അതുപോലെ ഫത്ഹുൽ ബാരിയിലെല്ലാം എന്നെ തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച ദിവസം, ആദം നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച ദിവസം, ആദം നബി അലൈഹി ഇസ്ലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ദിവസം, ആദം നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ട ദിവസം, അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസം, ഉയർത്തെഴുന്നേൽക്ക് സംഭവിക്കുന്ന ദിവസം, അതുപോലെ തന്നെ അങ്ങനെ ധാരാളം ഫദ്ലുകൾ യൗമുൽ ജുമുഅയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓരോ യൗമുൽ ജുമുഅ ആകുമ്പോഴും മനുഷ്യരും ജിന്നുവർഗവും ഒഴികെയുള്ള ബാക്കി എല്ലാ ജന്തു ജീവജാലങ്ങളുടെ ഉള്ളിലും ഒരു വജിലത്ത് ഉണ്ടാവുന്നതാണ്, ഒരു ഭയം ഉണ്ടാവുന്നതാണ്. അത്ര ശ്രേഷ്ഠമായിട്ടുള്ള സയ്യിദുൽ അയ്യാം, ദിവസങ്ങളിലെ നേതാവാണ് യൗമുൽ ജുമുഅ എന്ന് പറയുന്നത്. അപ്പോൾ ആ യൗമുൽ ജുമുഅ ദിവസത്തിൽ ജുമുഅ നിസ്കാരം എന്നുള്ളത് പ്രത്യേകമായിട്ട് നമുക്കറിയാം. നിസ്കാരം നിർബന്ധമായ 5 വഖ്ത് നിസ്കാരങ്ങൾ നമുക്കുണ്ട്. എന്നാൽ യൗമുൽ ജുമുഅയിൽ പ്രത്യേകമായിട്ടുള്ള ആളുകൾക്കുള്ള ഖുതുബ, ഉത്ബോധനം, ഈ കാര്യങ്ങൾ നിർബന്ധമായി മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടേണ്ട, മുസ്ലിമീങ്ങളുടെ ഇജ്തിമാ ഉണ്ടാകേണ്ട ഈദുൽ ഉസ്ബൂ, ആഴ്ചയിലെ ഈദാണ് യൗമുൽ ജുമുഅ എന്നുള്ളത്. ആഴ്ചയിലെ ആഘോഷമാണ് യൗമുൽ ജുമുഅ എന്നുള്ളത്. അപ്പൊ അതിലേക്ക് സമയമായ അഥവാ ബാങ്ക് കൊടുത്ത് വിളിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾ കച്ചവടം കാര്യങ്ങളുമായിട്ട് നിൽക്കാൻ പാടില്ല. പല പണ്ഡിതന്മാരും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജുമുഅയുടെ ബാങ്ക് കൊടുത്തതിന് ശേഷം ആ ജുമുഅ പൂർത്തീകരിക്കുന്നതിനിടയിലുള്ള കച്ചവടം അത് ഹറാമാണ്, അത് തെറ്റാണ് എന്ന നിലക്ക് തന്നെ പറഞ്ഞത് കാണാം. അപ്പൊ ഒരിക്കലും ആ സമയത്ത് കച്ചവടം ഇടപാടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക, ആ രീതിയിൽ ചെയ്യാൻ പാടില്ല. അത് ഒഴിവാക്കണം. എന്നിട്ട് പൂർണ്ണമായും ഈ ദിക്റിലേക്ക് വരണം. ആ ദിക്റിലേക്ക് വന്നാലുള്ളൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ആഴ്ചയിൽ ലഭിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു ഉത്ബോധനം, അതുകൊണ്ടുണ്ടാകുന്ന മാറ്റം, അത് ആളുകൾക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, അങ്ങനെ ധാരാളം നേട്ടങ്ങളാണ് യൗമുൽ ജുമുഅ കൊണ്ട് ലഭിക്കുന്നത്. അത് ഇബാദത്തിന്റെ ദിവസമായി, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിന്റെ ദിവസമായി ആ സമയം പ്രത്യേകിച്ച് ഉപയോഗിക്കണം. അതിന് ശേഷം പോകാം. ജുമുഅയുടെ സമയത്തിന് ശേഷം തൊട്ടടുത്ത ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നിങ്ങൾ ദുനിയാവിലൂടെ നിങ്ങൾ ജോലി ചെയ്തോളീം, നിങ്ങളുടെ കച്ചവടം ചെയ്തോളീം, അള്ളാഹിന്റെ ഔദാര്യം തേടിക്കൊണ്ട് നിങ്ങൾക്ക് സബബുകൾ സ്വീകരിച്ചോളീം. പക്ഷെ അവിടെയും അള്ളാഹിനെ ഓർക്കണം, അള്ളാഹിനെ കുറിച്ച് ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. അപ്പൊ യൗമുൽ ജുമുഅ, ജുമുഅയുടെ സമയത്ത് നിസ്കാരത്തിലേക്ക് എത്തണം. ആ സമയത്ത് കച്ചവടത്തിലോ ആ ഇടപാടുകളിലോ പാടില്ല. ആ സമയത്ത് കൃത്യമായി ഖുതുബ ശ്രവിച്ച് അത് മനസ്സിലാക്കി ചിന്തിച്ച് നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ആണ് അവിടുന്ന് പിരിഞ്ഞു പോകേണ്ടത്. അടുത്ത ആയത്ത് സൂറത്തുൽ മുനാഫിഖൂനിലെ 9-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും, തുൽഹിക എന്ന് പറഞ്ഞാൽ ഗഫലത്തിലാക്കാതിരിക്കട്ടെ, അശ്രദ്ധമാക്കാതിരിക്കട്ടെ എന്നുള്ള ആശയമാണ്. അതുപോലെ തന്നെ പിന്നെ ശരിക്ക് ചിന്തിക്കേണ്ട കാര്യത്തിൽ തെറ്റിച്ച് കളയുന്നത്. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ തെറ്റിച്ച് കളയാതിരിക്കട്ടെ, നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ, അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് തൊട്ട്. അഥവാ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട കടമകളുണ്ട്, നിസ്കാരം അതുപോലെയുള്ള ഓരോ കടമകളുണ്ട്. അത് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളുടെ സന്താനങ്ങളും സമ്പത്തും നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ. അതായത് മനുഷ്യ പ്രകൃതമാണ് സമ്പത്തിനോടൊരു ഇഷ്ടമുണ്ടാവുക എന്നുള്ളതും സ്വന്തം സന്താനങ്ങളോടൊരു ഇഷ്ടമുണ്ടാവുക എന്നുള്ളതും മനുഷ്യ പ്രകൃതമാണ്. പക്ഷെ അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കടമകൾ നിർവഹിക്കുന്നതിന് തടസ്സമാകുന്ന രീതിയിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, ഇപ്പോ ചില ആളുകളെ കാണാം, അടുത്ത യാ അയ്യുഹല്ലദീന ആമനൂള്ള ആയത്തും ഇതേ ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ചില ആളുകളെ കാണാം മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, മക്കൾ സന്തോഷമായി ജീവിക്കണം, അതുകൊണ്ട് വരുമാനം ഹലാലായാലും കുഴപ്പമില്ല, ഹറാമായാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല, മക്കൾക്ക് നല്ലതായിരിക്കണം, ആ നിലയ്ക്ക് നോക്കുന്ന കാണാം. അല്ലെങ്കിൽ ചില ആളുകൾ സമ്പത്തിനോടുള്ള ഇഷ്ടം കാരണത്താൽ അവർ കച്ചവടത്തിലും മറ്റുമെല്ലാം മുഴുകി നിസ്കാരം ഉണ്ടാവില്ല, ബാക്കിയുള്ള അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാത്ത അങ്ങനെ അവസ്ഥ ഉണ്ടാകാം. അത് വലിയ അപകടമാണ്, അത് വലിയ അപകടമാണ്. അങ്ങനെ ഉണ്ടാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളുടെ റബ്ബാണ്, നിങ്ങൾക്ക് സമ്പത്ത് തന്നത് നിങ്ങളുടെ റബ്ബാണ്, നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകിയത് നിങ്ങളുടെ റബ്ബാണ്. ആ റബ്ബിന്റെ ദിക്റിൽ നിന്ന് അഥവാ റബ്ബിനോടുള്ള നിർബന്ധമായ കടമകൾ വീഴ്ച വരുത്തുന്നതിൽ ഈ കാര്യങ്ങൾ കാരണമാകരുത് എന്നിട്ട് പറയാണ് അല്ലാഹു തആല, വമൻ യഫ്അൽ ദാലിക്, ആരുടെയാണോ
സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് തെറ്റിക്കുന്നത് ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടക്കാർ, അവർക്കാണ് നാളെ ഖേദിക്കേണ്ടി വരിക, നിരാശ ഉണ്ടാവുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ സമ്പത്തിന് സന്താനങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, അവരോടുള്ള കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. അതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടത്തെ മറികടക്കുന്ന, അള്ളാഹുവിനോടുള്ള കടമകളെ മറികടക്കുന്ന ഒരു അവസ്ഥയിൽ ആകാൻ പാടില്ല. അതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ആയത്ത് സൂറത്തു തഗാബുനിലെ 14-ാമത്തെ ആയത്താണ്. ഈ ആയത്തിലും നേരത്തെ പറഞ്ഞ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെയുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ് അള്ളാഹു തആല പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ സന്താനങ്ങളിലും ഉണ്ട്, ചിലരുണ്ട്, അദുവ്വല്ലക്കും, നിങ്ങൾക്ക് ശത്രുക്കൾ, ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു, നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച നൽകുകയും പുറത്തു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു തആല ഗഫൂറും റഹീമുമാണല്ലോ എന്ന്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാര്യമാരോടും സന്താനങ്ങളോടുള്ള ഇഷ്ടം എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതമാണ്, അത് മനുഷ്യനുണ്ടാകും. പക്ഷേ ഇവിടെ അല്ലാഹു തആല ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഭാര്യമാരിലും സന്താനങ്ങളിലും ചിലർക്ക് ശത്രുക്കൾ ഉണ്ടാകും. അഥവാ ആ വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അടുപ്പിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നതിൽ നിന്ന് അവരെ ഈ ഭാര്യമാരും സന്താനങ്ങളും തടയാൻ ഒരു കാരണമാകും. ഇപ്പൊ നമ്മൾ കാണാം, ചില ആളുകൾ അവര് ഭാര്യമാരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും താടി പഠിച്ച് നടക്കുന്നുണ്ടാവുക. എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ താടി പഠിച്ച് നടക്കുന്നത്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. അവർക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണോ വലുത്, അതോ ഭാര്യയോടുള്ള ഇഷ്ടമാണോ വലുത്? അങ്ങനെ പല രീതിയിൽ ഈ നമ്മുടെ ദീനിന്റെ കാര്യം തെറ്റിക്കുന്ന ഭാര്യമാർ ചിലപ്പോൾ ഉണ്ടാകും, അതുപോലെ തന്നെ സന്താനങ്ങളും അതുപോലെ ഉണ്ടാകും. എന്നാൽ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. കാരണം ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും നല്ല വിഭവമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെ പറഞ്ഞിട്ടുണ്ട്? അദ്ദുന്യ മതാ വ ഖൈറു മതാഇദ് ദുനിയ അൽ മർഅത്തു സ്സാലിഹ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങളാണ്, അതിന് ഏറ്റവും നല്ല വിഭവം സ്വാലിഹത്തായ ഭാര്യയാണ്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ അസറിൽ കാണാം, ഈമാനിന് ശേഷം ലഭിക്കുന്നതിൽ ഏറ്റവും മഹത്തായ നിഅമത്ത് നല്ലൊരു ഭാര്യയാണ്. അങ്ങനെയൊക്കെ ധാരാളം ഹദീസുകളും അസറുകളും ഒക്കെ വന്നിട്ടുണ്ട് ആ വിഷയത്തിൽ. അപ്പൊ സ്വാലിഹത്തായ ഒരു ഭാര്യ, ദീനിൽ സഹായിക്കുന്ന, ദുനിയവിയായ വിഷയത്തിൽ പിന്താങ്ങുന്ന അങ്ങനെ ഒരു ഭാര്യ ഉണ്ടാവുക എന്നല്ലാണ്. എന്നാൽ ദീനിൽ നിന്ന് നമ്മെ അകറ്റുന്ന, അതുപോലുള്ള തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്ന, ഹറാമുകൾക്ക് പ്രേരിപ്പിക്കുന്ന, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഭാര്യമാരുണ്ടാകാം. അവർ ശത്രുക്കളാണ്. അവർ അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതിന് ശത്രുക്കളാണ്, അവർ സൂക്ഷിക്കണം. അതുപോലെ സന്താനങ്ങൾ നമ്മൾ പലപ്പോഴും സന്താനങ്ങൾ കൺകുളിർമയാണ് എന്നെല്ലാം ഒക്കെ മനസ്സിലാക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സന്താനങ്ങൾ മജ്ബനത്താണ്, മബ്ഖലത്താണ്, മഹ്സനത്താണ്, മജ്ഹലത്താണ്. മജ്ബനത്താണ്, ഭീരുത്വമുണ്ടാക്കുന്നവരാണ് സന്താനങ്ങൾ. അഥവാ ജിഹാദിനൊക്കെ തയ്യാറാകുന്ന ആളുകൾ, പോകാനൊക്കെ മുന്നിട്ട ആളുകൾ, കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും, ഇവനൊരു പേടിയായിരിക്കും, ഞാൻ ജിഹാദിന് പോയി മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആരാ ഉണ്ടാവുക, അങ്ങനെ ഒരു പേടി വരും. മബ്ഖലത്ത്, നല്ല ദാനധർമ്മമൊക്കെ ചെയ്ത ആളുകൾ കുട്ടികളൊക്കെ ഉണ്ടായി വളർന്നു വരുമ്പോൾ ഞാൻ സ്വത്തൊക്കെ ദാനം കൊടുത്ത് എന്റെ മക്കൾക്ക് എന്താ ഉണ്ടാവുക, അവർക്കൊന്ന് പിശുക്കനാവാൻ തുടങ്ങും. അതുപോലെ മജ്ഹലത്ത്, നല്ല അറിവ് നേടുന്ന ആളായിരിക്കും, പക്ഷേ മക്കളുടെ കാര്യം നോക്കി സ്വന്തം ദീന് നോക്കാതെ അറിവ് നേടാതെ നടക്കുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ മെഹസനത്ത്, മക്കളുടെ വിഷയത്തിൽ ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പൊ കൺകുളിർമയാണെന്ന് പറഞ്ഞ അതേ റസൂല് തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണത്. അപ്പൊ അത് ഓരോ സാഹചര്യവും സന്ദർഭവും വ്യക്തികളും അനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പൊ എന്നിരുന്നാലും ഈ ഒരു രീതിയിൽ അവരിൽ ചിലരുണ്ടാകും എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു പറഞ്ഞു ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ദീനിൽ നിന്ന് തടസ്സമാകുന്ന രീതിയിലുള്ളവരെ സൂക്ഷിക്കണം. ചില പണ്ഡിതന്മാർ ഈ ആയത്ത് ഇറങ്ങാനുണ്ടായിരുന്ന ഒരു സാഹചര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഹിജറയുടെ സന്ദർഭത്തിൽ ചില മുസ്ലിമീങ്ങൾക്ക് ഹിജറ ചെയ്യാൻ സാധിക്കാതെ പോയത്, തടസ്സമായത് ഭാര്യയും സന്താനങ്ങളുമായിരുന്നു എന്ന നിലക്ക് പറഞ്ഞുകൊണ്ടാണ്. ചില പിന്നീട് ഹിജറ പോയ ആളുകൾക്ക് കിട്ടിയ ഫദ്ലും ശ്രേഷ്ഠതയും മഹത്വവും കണ്ടപ്പോ അവർക്ക് ഈ വിഷമം വന്ന ആ സമയത്ത് ഇറങ്ങിയതാണ് ഈ ആയത്ത് എന്ന് കാണാം. എന്നിട്ട് അള്ളാഹു പറയാണ്, വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു, ഇങ്ങനെയാണ് ഭാര്യയും മക്കളെ എങ്കിൽ അവരോട് മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച നൽകുകയും അവർക്ക് പുറത്തു കൊടുക്കുകയൊക്കെ ചെയ്ത് നല്ല രീതിയിലായിരിക്കണം അവരോട് ഇടപഴകേണ്ടത്. ഇതിന്റെ പേരിൽ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ അല്ല, നല്ല രീതിയിൽ പരിഗണിച്ച് മനസ്സിലാക്കി കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറും റഹീമുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ആയത്ത് സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ ആയത്താണ്.
യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ സംരക്ഷിക്കണം, പ്രതിരോധിക്കണം. വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തിലെയും. നേരത്തെ നോക്കൂ, നേരത്തെ ഭാര്യയും മക്കളുടെ വിഷയത്തിലുള്ള അപകടം പറഞ്ഞിട്ട് ഈ ആയത്തിൽ അള്ളാഹു പറയാണ് നിങ്ങളുടെ സ്വന്തത്തെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ, കുടുംബം പറഞ്ഞാൽ മാതാപിതാക്കൾ, ഭാര്യമാർ, മക്കൾ എന്നീ കുടുംബത്തെയും നിങ്ങൾ സംരക്ഷിക്കണം. എന്തിനെ തൊട്ട്? അഹ്ലീകും നാറാ, നരകത്തെ തൊട്ട്. നരകത്തെ തൊട്ട് അഥവാ ആ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തടയുകയും അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ആ സ്വന്തം കുടുംബത്തിന് അദബ് പഠിപ്പിച്ചു കൊടുക്കണം, ഇൽമ പഠിപ്പിച്ചു കൊടുക്കണം, അവരെ നിസ്കരിക്കാൻ കൽപ്പിക്കണം, അവരെ ദീനീ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വീട്ടിലുണ്ടാക്കണം, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം, ഹറാമുകൾക്ക് എത്തിപ്പെടുന്ന ഒഴിവാക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ മസ്ഊലിയത്തുള്ളവനാണ്. അഥവാ കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ, നിങ്ങളിൽ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ പറ്റി നിങ്ങൾ ചോദിക്കും. നമ്മളോട് നമ്മുടെ ഭാര്യയുടെ വിഷയത്തിൽ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് അള്ളാഹു തആല ചോദിക്കുക തന്നെ ചെയ്യും. നമ്മൾ ചിലവ് വിചാരിക്കണം അവരെന്താ ആയിക്കോട്ടെ, ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, മക്കള് അങ്ങനെ വളരട്ടെ, അവരുടെ ഇഷ്ടത്തിന് വളർന്നോട്ടെ. നമ്മളോട് ചോദിക്കപ്പെടും. അവരോ മേലെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, അവരുടെ മേലെ കാര്യങ്ങൾ നമ്മോട് ചോദിക്കപ്പെടും. അള്ളാഹു പറയാണ് അവരെ നിങ്ങളെ സ്വന്തത്തെ നിങ്ങൾ കാത്തു സംരക്ഷിക്കണം, നിങ്ങളുടെ കുടുംബത്തെയും. എന്നിട്ട് ആ നരകത്തിന്റെ വിശേഷണം പറയാണ് അള്ളാഹു തആല, വഖൂദുഹന്നാസു വൽ ഹിജാറ. അവിടെ ഇന്ധനമായി നരകത്തിൽ ഉപയോഗിക്കുന്നത് മനുഷ്യരെയും അതുപോലെ അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരും ജിന്നും ഉൾക്കൊണ്ടു. അന്നാസ് എന്നുള്ള പദം ഖുർആനിൽ മനുഷ്യർ എന്നുള്ളത് മാത്രമല്ല, അതിന്റെ ഉദ്ദേശം മനുഷ്യവർഗവും ജിന്ന് വർഗവും അന്നാസ് എന്നുള്ള പദത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അവരെ കത്തിക്കപ്പെടുന്ന വൽ ഹിജാറ, കല്ലുകളെയും കത്തിക്കപ്പെടുന്ന, കല്ലുകളാണ് ഇന്ധനമായിട്ട്, കല്ലുകളും ജിന്ന് മനുഷ്യരുമാണ് അവിടെ ഇന്ധനങ്ങളായിട്ടുണ്ടാവുക. ആ കത്തിക്കപ്പെടുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് പറയാണ് അലൈഹ, ആ നരകത്തിനുണ്ട് മലായികത്തുൻ ഗിലാവുൻ ശിദാദുൻ, പരുപരുത്ത പരുഷ രീതിയിലുള്ള മലക്കുകളുണ്ട്. കാണുമ്പോൾ ഏറ്റവും ഭയം തോന്നുന്ന, ഏറ്റവും പേടിപ്പിക്കുന്ന ശബ്ദമുള്ള, ഏറ്റവും കടുത്ത സ്വഭാവമുള്ള, അതിൽ ഏറ്റവും ഉപദ്രവിക്കുന്ന ആ തരത്തിലുള്ള മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത്രയും പരിശുദ്ധയുള്ള ആ മലക്കുകൾ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അവർ അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുള്ള ഒറ്റ കൽപ്പന പോലും അവർ ധിക്കരിക്കൂല. മനുഷ്യനെന്താണ്? മനുഷ്യന് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അല്ലാഹു ഒരു കാര്യം പറഞ്ഞു, അത് ചെയ്യാനും ചെയ്യാതിരിക്കാനും മനുഷ്യന് ഓപ്ഷൻ ഉണ്ട്. ഒരു കാര്യം ചെയ്യരുത് പറഞ്ഞു, അത് ചെയ്യാനും ചെയ്യാതിരിക്കാനും മനുഷ്യന് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ മലക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. അവര് മുക്കല്ലിഫീങ്ങളല്ല. അവർക്ക് എന്തില്ല, അവർ അള്ളാഹു കൽപ്പിച്ചെന്തോ അത് അവർ ചെയ്യുന്നു. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർ കൽപ്പിച്ചതിനെ ധിക്കരിക്കുകയുമില്ല, കൽപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നവരുമാണ്. ഇപ്പൊ നരകം തമാശയല്ല. നരകം നമുക്ക് വെറുതെ പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കാനുള്ളതല്ല. നരകം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. അതിഭയാനകമായിട്ടുള്ള ഒരു ലോകമാണ്. അവിടുത്തെ ജീവിതം ഏറ്റവും ഭയപ്പാട് നിറഞ്ഞതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരികയും ആ നരകത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടാവുകയും. പല സലഫുകളുടെയും ജീവിതത്തിൽ കാണാം. അതിൽ ചിലർ അവർ രാത്രിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥരാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ധാന്യങ്ങൾ ചൂടുള്ള ചട്ടിയിലിട്ടാൽ അത് എങ്ങനെയാണോ ഇളകി മറിയുക അതുപോലെ അവർ ഇളകി മറിയും. എന്നിട്ട് അവർ പറയുമായിരുന്നു, എൻ്റെ ഉറക്കം, നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ ഉറക്കം കെടുത്തി കളയുന്നു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കാൻ, നരകത്തെ ഭയപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പണി നമ്മൾ എടുക്കണം. നമ്മുടെ കുടുംബത്തിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പണി നമ്മൾ എടുക്കണം. അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഉണ്ടാകണം. ബാക്കി വിചാരണ അവർക്ക് മാത്രമുള്ളതാണ്. അവർ നന്നായോ ഇല്ലേ എന്നല്ല നമ്മളോട് ചോദിക്കുക. നിന്റെ മകൻ കേടൊന്നു പോയല്ലോ അതുകൊണ്ട് നീ ശിക്ഷിക്കപ്പെടും, അല്ല, നീ ചെയ്യേണ്ട കാര്യം ചെയ്തോ എന്നുള്ളതാണ് ചോദിക്കുള്ളൂ. അവർ നന്നായോ ഇല്ലേ എന്നുള്ളത് അവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വിചാരണ ചെയ്യുന്ന വേറെ കാര്യമാണ്. പക്ഷെ നമ്മുടെ ബാധ്യത നമ്മൾ ചെയ്തോ എന്നുള്ളതാണ്. ഇനി ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ ഏറ്റവും അവസാനത്തെ ആയത്താണ് 89-ാമത്തെ സൂറത്തുൽ അഹ്സാബിലെ ഇന്നല്ലാഹു മലായികത്തു എന്ന് തുടങ്ങുന്ന, അതിലിടയിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നതുകൂടി കൂട്ടിയാൽ 89 ആയത്തുകൾ. യാ അയ്യുഹല്ലദീന ആമനു എന്ന് ആരംഭിക്കുന്നത് 88 ആയത്തുകളാണ്. അതിൽ അവസാനത്തെ ആയത്താണ് സൂറത്തു തഹ്രീമിലെ 8-ാമത്തെ ആയത്ത്.
ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, നിങ്ങൾ നസൂഹായിട്ടുള്ള, നിഷ്കളങ്കമായിട്ടുള്ള, കറയില്ലാത്ത, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള, കൂറ് പുലർത്തുന്ന, നസൂഹി നസീഹത്ത് എന്നുള്ള പദത്തിന് മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അർത്ഥം കൂറ് പുലർത്തുക എന്നുള്ളതാണ്. സതുപദേശം എന്നോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പല രീതിയിൽ വാക്കുകളാണ്. ഏറ്റവും യോജിച്ച വാക്ക് കൂറ് പുലർത്തുക എന്നുള്ളതാണ്, കൂറ് കാണിക്കുക എന്നുള്ളത്. അപ്പോ നസീഹത്തോട് കൂടിയിട്ടുള്ള, കൂറ് പുലർത്തുന്ന തരത്തിലുള്ള തൗബ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. എന്താണ് അങ്ങനെയുള്ള തൗബ? മക്കൾ പറഞ്ഞു 3 നിബന്ധനകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, അവൻ ആ പാപം, ഏത് പാപമാണോ തൗബ ചെയ്യുന്നത് അത് അവസാനിപ്പിച്ചിരിക്കണം. 2, ആ പാപത്തിൽ അതിയായ ഖേദം അവനുണ്ടായിരിക്കണം. 3, ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങില്ല എന്നുള്ള ദൃഢനിശ്ചയം അവനുണ്ടായിരിക്കണം. ഈ 3 എണ്ണമാണ് പ്രധാനമായും ചെയ്യേണ്ട കാര്യം. ഇനി തൗബ സ്വീകരിക്കണമെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പായിരിക്കണം, അല്ലെങ്കിൽ മരണം തൊണ്ടകുഴിയിൽ എത്തുന്നതിന് മുമ്പായിരിക്കണം ആ തൗബ ചെയ്യേണ്ടത്. ഇനി മനുഷ്യരുമായിട്ടുള്ള, അടിമകളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ ഗീബത്തുകളോ അല്ലെങ്കിൽ മറ്റു വല്ല ഉപദ്രവങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് മനുഷ്യരുമായിട്ട് തന്നെ തീർക്കണം. മനുഷ്യരുമായിട്ടുള്ളത് മനുഷ്യരുമായിട്ട് തന്നെ തീർക്കണം. ഇതാണ് തൗബയുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോ ഈ പറഞ്ഞ 3 അടിസ്ഥാന ഈ നിബന്ധനകൾ പാലിച്ചിട്ടുള്ള തൗബ, അതാണ് കൂറ് പുലർത്തിയിട്ടുള്ള തൗബ, തൗബത്തുൻ നസൂഹ എന്ന് പറയുന്നത്. അതല്ലാതെ ഞാൻ തൗബ ചെയ്യുന്നു എന്ന് വെറുതെ പറയാം, ദിക്റായിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അത്തൂബു ഇലൈഹി എന്നൊക്കെല്ലാം പറയാം. പക്ഷേ ഒരു ശരിക്കുള്ള നസൂഹായുള്ള തൗബ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്നിട്ട് പറയാണ്, അസാ റബ്ബുക്കും, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നൽകുന്ന എന്താണ്? അയ്യുകഫിർ അൻകും സയ്യിആതികും, അത് നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. അഥവാ പാപങ്ങൾ മായ്ച്ചു കളയാൻ അതൊരു കാരണമാകും, അത് പുറത്തു കിട്ടാൻ ഒരു കാരണമാകും. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നിങ്ങളെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും എന്ന് അള്ളാഹു തആല പറയാം. അപ്പോ തൗബ എന്നുള്ളത് ഏത് സമയത്തും മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. ഏത് സമയത്തും അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാവം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തുടർച്ചയായി ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടാകുമ്പോൾ പ്രത്യേകമായത് എടുത്തു പറഞ്ഞ് തൗബ ചെയ്യണം. പക്ഷെ എപ്പോഴും തൗബക്ക് നമ്മൾ ആവശ്യക്കാരാണ്. കാരണം അതില്ലാതെ നമുക്ക് രക്ഷ ഉണ്ടാവില്ല. അത് അള്ളാഹു പാവം പൊറുക്കാതെ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക? അപ്പൊ തൗബക്ക് എപ്പോഴും ആവശ്യക്കാരാണ്. അപ്പൊ തൗബ ഉണ്ടെങ്കിൽ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും, സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നിട്ട് ആ സ്വർഗത്തിന്റെ പരലോകത്തിന്റെ വിഷയം പറയാണ്. എപ്പോഴാണ് സ്വർഗത്തിലാ പ്രവേശിപ്പിക്കുന്നത്? യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെയും ആ നബിയിൽ വിശ്വസിച്ച സത്യവിശ്വാസികളെയും ഒരു തരത്തിലും നിന്ദിക്കാത്ത, ഒരു തരത്തിലും ഇകഴ്ത്താത്ത ആ ദിവസത്തിൽ, ഏറ്റവും നല്ല അവസ്ഥയിൽ മുഅ്മിനീങ്ങൾ ഉണ്ടാകുന്ന ആ ദിവസത്തിൽ, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, പ്രകാശം അവരുടെ മുൻപിലൂടെയും അവരുടെ വലതുഭാഗങ്ങളിലൂടെയും എല്ലാം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ ചുറ്റുമായിട്ട് നൂറുണ്ടായിരിക്കും. യഖൂലൂൻ, അവരവിടെ വെച്ച് പറയും, റബ്ബനാ അത്മിം ലനാ നൂറനാ, റബ്ബേ ഞങ്ങളുടെ ഈ പ്രകാശം ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകണേ. അതായത് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവിൽ കിട്ടുന്ന പ്രകാശമാണ് ഹിദായത്ത്, തൗഹീദ്, സുന്നത്ത്, അള്ളാഹുവിനെ അനുസരിക്കാനുള്ള തൗഫീഖ്, പാപങ്ങളിൽ തൗബ ചെയ്യാൻ സാധിക്കുന്നത് ഒക്കെ ദുനിയാവിലുള്ള നൂറാണ്. ആ നൂറിന്റെ പരിപൂർണത എപ്പോഴാണ്? നാളെ സ്വർഗത്തിലെത്തുമ്പോഴാണ്. അപ്പൊ ആ പ്രകാശ സമയത്ത് അവർ പറയും, റബ്ബന അത്മിം ലനാ നൂറന, ഞങ്ങളുടെ ഈ പ്രകാശം നീ പൂർത്തീകരിച്ച് തരണമേ, വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു നൽകണമേ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ. ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് തേടേണ്ട കാര്യമാണ് ആ പ്രകാശത്തെ പൂർത്തീകരിച്ച് നൽകണം. ദുനിയാവിൽ പ്രകാശം ഹിദായത്തും കാര്യങ്ങളുമാണ്. അതിന്റെ പൂർത്തീകരണം നാളെ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അന്നൂറായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുമ്പോഴാണ് അത് പൂർത്തിയാവുക. അപ്പൊ ഈ ആയത്ത് ആണ് അവസാനമായിട്ട് ഖുർആനിന്റെ ഓർഡർ അനുസരിച്ച് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ദർസിന്റെ ആരംഭത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് അത് കേൾക്കുക, ശ്രദ്ധയോടുകൂടി അത് കേൾക്കുക എന്ന് പറഞ്ഞു. കാരണം അതിലെന്തെങ്കിലും ഒരു ഖൈർ കൽപ്പിക്കുകയോ ഷർറ് വിരോധിക്കുകയോ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ധാരാളം ആയത്തുകളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പ്രത്യേകം വിളിച്ച് കൽപ്പിക്കുകയും വിരോധിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ആയത്തുകളാണ് നമ്മൾ ഈ റമളാനിൽ ആരംഭിച്ച് ഇതാ ഇപ്പോൾ ആ ആയത്തുകളുടെ
ആശയം വളരെ ചുരുങ്ങിയ രീതിയിൽ അതിന്റെ ആശയം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് എന്ന് മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള, ഈമാനുള്ളവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും അള്ളാഹുവിനെ കാണുന്നവരെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.